തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് നിങ്ങളുടെ ചിന്തയെ ഞാൻ കൊണ്ടുവരുന്നു. ഇതൊരു വചന പഠനമായിട്ടോ ഒരു ദൂതായിട്ടോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്കരുടെ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ദൈവവചന ശുശ്രൂഷകൾക്ക് ആധാരമായി നാം വായിച്ചു കേൾപ്പിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ. ബ്യൂട്ടിഫുൾ. നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പറയുന്നു. ഈ സമയം കൊണ്ട് നിങ്ങൾ എല്ലാവരും ആ വാക്യം എടുത്തെന്നാണ് എൻ്റെ വിശ്വാസം. എടുത്ത ദൈവമക്കൾ എൻ്റെ കൂടെ ചേർന്ന് ആ വാക്യം ശബ്ദമുയർത്തി ഒരു പ്രാവശ്യം ഒന്ന് വായിക്കണം. ഒരുമിച്ച് വായിച്ചേ. ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു വചന പഠനമായിട്ടോ ഒരു ആത്മീയ ദൂതായിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ മെസ്സേജിനെ വ്യാഖ്യാനിക്കാം. ആദ്യത്തെ കുറേ സമയങ്ങൾ നിന്ന് തന്നെയായിരിക്കും വചനം സംസാരിക്കുന്നത്. ഈ ശാന്തമായിട്ടൊക്കെ ദൈവവചനം സംസാരിക്കുമ്പോൾ നമുക്ക് അധികം അത്രത്തോളം അതിനകത്ത് താല്പര്യമുണ്ടാകും. എന്നാൽ ചിലർക്കത് ഭയങ്കര ആഗ്രഹമാണ്. വചനം നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ മെസ്സേജ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തെസ്സലോനിക്ക ലേഖനത്തിൻ്റെ ചരിത്രം ഇത്രയേ ഉള്ളൂ. അപ്പോസ്തലനായ പൗലോസ് ഈ പട്ടണത്തിലേക്ക് ചെന്നു. 3 ശബത്തിൽ പ്രസംഗിച്ചു. 3 ശബത്തും 3 പ്രസംഗവും 3 ശബത്തും 3 പ്രസംഗവും കൊണ്ട് ദേശത്തിനകത്തൊരു കൂട്ടം ജനം രക്ഷിക്കപ്പെട്ടു. സ്തോത്രം. തെസ്സലോനിക്ക പട്ടണത്തിൽ അന്നത്തെ കാലഘട്ടത്തിനകത്ത് ജീവിച്ചു വന്ന ജനസമൂഹത്തിൻ്റെ ക്രൗഡ് എന്ന് പറയുന്നത് ഏകദേശം 2 ലക്ഷം ആൾക്കാർ മാത്രം തിങ്ങിപ്പാർക്കുന്ന ഒരു കൊച്ചു പട്ടണം. അതാണ് തെസ്സലോനിക്ക പട്ടണം എന്ന് പറയുന്നത്. ഞാൻ താമസിക്കുന്നത് കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കര കൊല്ലം ജില്ലയുടെ ഭാഗമാണ്. ഞങ്ങളുടെ പട്ടണത്തിൽ കൊല്ലം ജില്ലയിൽ ഏകദേശം 22 ലക്ഷം ജനമാണ് തിങ്ങിപ്പാർക്കുന്നത്. ഇവിടെ ഏകദേശം എത്ര പേരുണ്ട്? ട്രിവാൻഡ്രത്തിൽ എത്ര പേരുണ്ട്? പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. സ്തോത്രം. അതിൻ്റെ കണക്കെല്ലാം കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. സ്തോത്രം. ഇവിടുത്തെ ഇത് വാർഡാണോ ദേവദാസന്? പഞ്ചായത്താണോ? പഞ്ചായത്ത്. ഇവിടെ എത്ര വാർഡുണ്ട്? പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. സ്തോത്രം. അതിൻ്റെ കൃത്യമായിട്ട് കണക്കുകളൊക്കെ പഠിക്കണം. എന്നിട്ട് അതൊക്കെ വെച്ച് പ്രാർത്ഥിക്കണം ഈ വാസ പ്രാർത്ഥന കേട്ടോ. അപ്പോൾ 22 ലക്ഷം തിങ്ങിപ്പാർക്കുന്ന ഒരു കൊച്ചു പട്ടണമാണ് ഞങ്ങളുടെ കൊല്ലം പട്ടണം. ഈ കൊല്ലം പട്ടണത്തിനകത്ത് 22 ലക്ഷം ജനമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ദശാംശം പോലും തെസ്സലോനിക്ക പട്ടണത്തിലില്ലെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. 2 ലക്ഷം ജനം തിങ്ങിപ്പാർക്കുന്ന ഒരു കൊച്ചു പട്ടണം, അതാണ് തെസ്സലോനിക്ക പട്ടണം. ഈ പട്ടണത്തിനകത്ത് സുവിശേഷവുമായിട്ട് കയറി വരികയാണ് പൗലോസ് ഉൾപ്പെടെയുള്ള ഒരു ട്രൈക്കോട്ടമി 3 പേർ സുവിശേഷവുമായി കയറി വരുന്നു. അവർ ഈ പട്ടണത്തിനകത്ത് ഒരു ശബത്തിനകത്ത് ഒരു പള്ളിയിൽ ചെന്നിരുന്നു, പ്രസംഗിച്ചു. പ്രസംഗം ഇഷ്ടപ്പെട്ടപ്പോൾ ഈ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്ത് പോകുന്നതിനേക്കാൾ മുമ്പ് ഇവിടുത്തെ പ്രമാണിമാർ ചോദിച്ചു, അച്ഛൻ അടുത്ത ആഴ്ച എന്നാ പരിപാടി എന്ന് ചോദിച്ചു. പൗലോസ് പറഞ്ഞു പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത ശബത്തിലും കൂടെ വരാമോ എന്ന് ചോദിച്ചു. വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ശബത്തിൽ ചെന്നു, വീണ്ടും പ്രസംഗിച്ചു. അവർക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഒരു ശബത്തിലും കൂടെ വിളിച്ചു. അങ്ങനെ 3 ശബത്തും 3 പ്രസംഗവും. എല്ലാവരും കൂടെ ഒന്ന് ചേർന്ന് പറഞ്ഞേ, 3 ശബത്ത് 3 പ്രസംഗം. 3 ശബത്ത് 3 പ്രസംഗം. ആ 3 ശബത്തും 3 പ്രസംഗവും കൊണ്ട് ദേശത്തിനകത്തൊരു കൂട്ടം ജനം രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടു. അല്ലെങ്കിൽ ആ രക്ഷിക്കപ്പെട്ടവർക്ക് ബൈബിൾ വിളിച്ച പേരാണ് മാന്യ സ്ത്രീകളും മാന്യ പുരുഷന്മാരും. യേശുവിനെ അറിഞ്ഞവർക്ക് തെസ്സലോനിക്ക പട്ടണത്തിന് ബൈബിൾ വിളിച്ച പേരാണ് മാന്യ സ്ത്രീകളും മാന്യ പുരുഷന്മാരും. അടുത്തിരിക്കുന്ന ആളെ കരമൊക്കെ ഒന്ന് പിടിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞാട്ടെ, മാനിനാന്ന് പറഞ്ഞാട്ടെ. മാനിനാന്ന് പറഞ്ഞു. ഈ മുഖം വീർപ്പിച്ചല്ല, സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞാട്ടെ, മാനിനാന്ന് പറഞ്ഞു. എന്താ മാമേ മാന്യതയുടെ രഹസ്യം? മാന്യതയുടെ രഹസ്യം നല്ല വണ്ടിക്കകത്ത് വന്നതല്ല. മാന്യതയുടെ രഹസ്യം എന്നാ? നല്ല ബ്രാൻഡഡ് ഷർട്ടാണ് ഉപയോഗിക്കുന്നത് പാസ്റ്റർ. എന്നാ മാന്യതയുടെ രഹസ്യം? അക്കൗണ്ടിൽ ഇഷ്ടം പോലെ പണമുണ്ട്. മാന്യതയുടെ രഹസ്യം എന്നാ? തലമുറ വിദേശത്ത് കയറിപ്പോയതല്ല, 10 സർട്ടിഫിക്കറ്റ് കരത്തിനകത്തുള്ളതല്ല. മാന്യതയ്ക്കൊറ്റ രഹസ്യമുള്ളൂ, യേശുവിനെ കണ്ടെത്താൻ ഭാഗ്യം കിട്ടിയതാ മാന്യതയുടെ രഹസ്യം എന്ന് പറയുന്നത്. സ്തോത്രം. അല്ലെങ്കിൽ യേശുവിനെ കണ്ടെത്തിയവർക്ക് ബൈബിൾ വിളിച്ച പേരാണ് മാന്യ സ്ത്രീകൾ. എന്നാൽ ആ നാട്ടിൽ രക്ഷിക്കപ്പെടാത്ത കുറേ ഉണ്ട്. അവരെ ബൈബിൾ വിളിച്ച പേര് കേൾക്കണേ, മെനക്കെട്ട് നടക്കുന്നവർ. സ്തോത്രം. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ ദേശത്തിലും ഈ 2 ഗ്രൂപ്പുണ്ട്. മാന്യന്മാരും ഉണ്ട്, ഒരു പണിയില്ല. ഇവർക്ക് 3 പ്രസംഗം പ്രസംഗിക്കാൻ കൊടുത്തപ്പോൾ മാന്യന്മാരെല്ലാം നാടറിഞ്ഞെങ്കിൽ
ഇമാരെ കൊണ്ട് 30 പ്രസംഗം പ്രസംഗിച്ചാൽ പിന്നെ നമുക്ക് പള്ളിയും കെട്ടിപ്പിടിച്ച് ഇവിടെ ഇരിക്കേണ്ട ആവശ്യം വരത്തില്ല, ഇത് പൂട്ടിക്കെട്ടേണ്ടി വരും. അന്നെങ്കിൽ പിന്നെ ഇവരെ ഇവിടുന്ന് നാട് കടത്താം. സ്തോത്രം. അങ്ങനെ പൗലൂസിനോട് പറഞ്ഞാച്ചാ ഇനി ഈ പട്ടണത്തിൽ മേലെ കയറിപ്പോവല്ല്, ഇനി ഇവിടെ കയറിപ്പോലെ, നമ്മുടെ ലോക്കൽ ഭാഷയിൽ പറഞ്ഞാൽ ഡീപ്പോർട്ട് ചെയ്ത് വിടുക എന്ന് പറയും. അങ്ങനെ പൗലൂസിനെയും കൂട്ടരെ എല്ലാം നാട് കടത്തുകയാണ്. പൗലൂസിന് ഇനി പട്ടണത്തിൽ വരാൻ കഴിയില്ല. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പൗലൂസിനൊരു ആഗ്രഹം, ഈ പട്ടണത്തിൽ രക്ഷിക്കപ്പെട്ടവർ ഇന്നും ആ ദേശത്തിലുണ്ടോ? പാസ്റ്റർ ഇല്ലാത്ത സഭ വളരുമോ? പ്രവാചകനില്ലാത്ത സഭ വളരുമോ? ആകയാൽ പൗലൂസിൻ്റെ ആഗ്രഹം ഇന്നും ഇവർ ഈ ദേശത്തിനകത്തുണ്ടോ എന്നൊന്നറിയണം. അതിനുവേണ്ടി പൗലൂസ് തൻ്റെ നിജപുത്രനെ ഒരു റിപ്പോർട്ട് എടുക്കാൻ വേണ്ടി ഈ പട്ടണത്തിലേക്ക് അയക്കുക. നിജപുത്രൻ വന്ന് റിപ്പോർട്ട് എടുത്തിട്ട് പൗലൂസിൻ്റെ എന്ന് പറയാ, പാസ്റ്ററേ നമ്മളന്ന് 3 പ്രസംഗമല്ലേ പ്രസംഗിച്ചോളോ, അതിനകത്തൊരു കൂട്ടം ജനം രക്ഷിക്കപ്പെട്ടില്ലേ? അതെ, ഇന്നും അവർ ആ ദേശത്തിൽ വിശ്വാസത്തിനകത്തുണ്ട്. സ്തോത്രം. പൗലൂസിന്റെ ആകം അങ്ങ് സന്തോഷിക്കാൻ തുടങ്ങി. ഇത്രയും ഉപദ്രവം അഴിച്ചുവിടുന്ന കാലഘട്ടത്തിൽ ഇന്നും അവർ ആ ദേശത്തിനകത്തുണ്ടോ? ഉണ്ട്. അങ്ങനാണെങ്കിൽ അവരെ ഒന്ന് ബലപ്പെടുത്തണമല്ലോ, അവരെ ഒന്ന് ശക്തീകരിക്കണമല്ലോ. തനിക്കിനി അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അതിന് പകരം താനൊരു ലെറ്റർ എഴുതി തയ്യാറാക്കുകയാണ്. അതാണ് തെസ്സലോനിക്ക ലേഖനം. സ്തോത്രം. ഈ ലേഖനത്തിൽ ആദ്യത്തെ ഭാഗത്തിൽ 5 അധ്യായങ്ങളാണുള്ളത്. അങ്ങനെ ഓരോ അധ്യായത്തിലും ഓരോ ജയങ്ങളെ കുറിച്ചാണ് പൗലൂസ് പറയുന്നത്. 1-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ചിന്തയെ ഞാൻ കൊണ്ടുവരാം. 1-ാമത്തെ അധ്യായത്തിൽ ഇന്നും നിലനിൽക്കുന്നവരോട് പൗലൂസ് ജയിക്കാൻ പറഞ്ഞ വിഷയം എന്ന് പറയുന്നത് നിങ്ങൾ വിഗ്രഹങ്ങളെ ജയിച്ചു എന്നുള്ളതാണ്. വാക്യം എവിടെ? 1-ന്റെ 10-ാമത്തെ വാക്യം വായിക്കാമോ? നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി 1-ന്റെ 10-ാമത്തെ വാക്യം. ദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും. അടുത്തത്, നിങ്ങൾ വിഗ്രഹങ്ങളെ അടിവരയിടണം. നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും അവർ തന്നെ സാക്ഷ്യം പറയുന്നു. അപ്പോൾ 1-ാമത് പൗലൂസ് ഇവരോട് ജയിച്ചു എന്ന് പറഞ്ഞ വിഷയം ഇവരെന്തോ ജയിച്ചെന്ന പൗലൂസ് പറയുന്നതെന്ന് അറിയാമോ? ഇവർ വിഗ്രഹങ്ങളെ ജയിച്ചു എന്നുള്ളതാണ്. സ്തോത്രം. ഇന്ന് രാവിലത്തെ മീറ്റിങ്ങിനകത്തിരിക്കുന്നവർക്ക് അഭിമാനിപ്പാൻ ഒരു വകുപ്പുണ്ട്. നമ്മളും തമ്പുരാന്റെ കൃപയാൽ ഇത് ജയിച്ചവരാണ്. ഏതാണ്? നമ്മളും വിഗ്രഹങ്ങളെ ജയിച്ചവരാണ്. സ്തോത്രം. എന്തെല്ലാം സ്വാധീനങ്ങൾ കൊടികുത്തി വാഴുന്നൊരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ജീവിച്ചു വന്നേ. എന്തെല്ലാം സ്വാധീനങ്ങൾ. സാധാരണ ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, 33 കോടി ദൈവങ്ങൾ, 60,600 അസുരഗണങ്ങൾ, 1001 വെലികുണ്ട ദേവതകൾ, 101 മന്ത്രമൂർത്തികൾ, ഭൂതങ്ങൾ, പ്രേതങ്ങൾ, കാട്ടുപിശാചിക്കൾ, 10 കൊമ്പുള്ളത്, 10 തലയുള്ളത്, കഴുത്തെ പാമ്പ് ചുറ്റിയത്, കയ്യെ ശൂലം പിടിച്ചത്, നാക്ക് നീട്ടിയത്, കണ്ണുന്തിയത്. എൻ്റെ തമ്പുരാനെ, എന്തെല്ലാം ചെല്ലിക്കൂട്ടിനകത്ത്, കണ്ണാടിക്കൂട്ടിനകത്തൊക്കെ ഒതുക്കി വെച്ചതിനെ ആരാധിച്ചു കൊണ്ടിരുന്നൊരു പശ്ചാത്തലം എനിക്കുമുണ്ട്, നിങ്ങൾക്കുമുണ്ട്. എന്നാൽ തമ്പുരാന്റെ കൃപയാൽ 1-ാമത്തെ മേഖലയെ നമ്മൾ ജയിച്ചു. നമ്മൾ വിഗ്രഹങ്ങളെ ജയിച്ചു. സ്തോത്രം. എന്നാൽ ഈ വിഗ്രഹം എന്നുള്ള പദത്തെ 2 തട്ടുകളാക്കി ഞാൻ വീണ്ടും തരംതിരിക്കുന്നു. ഒന്ന് ജാതീയ വിഗ്രഹമാണ്. ആ വിഗ്രഹത്തെക്കുറിച്ച് കാണാതെ നിങ്ങൾക്കറിയാവുന്നൊരു വാക്യമുണ്ട്. അവയ്ക്ക് കണ്ണുണ്ടെങ്കിലും ചെവിയുണ്ടെങ്കിലും ഹൃദയം കൊണ്ട് തൊണ്ട കൊണ്ട് സംസാരിക്കുന്നില്ല, തൊടുന്നില്ല, സ്പർശിക്കുന്നില്ല, പോകുന്നില്ല, അനങ്ങുന്നില്ല, ഇരുന്നാൽ ഇരുത്തടത്തിരിക്കും, വെച്ചടത്തിരിക്കും. അതാണ് ജാതീയ വിഗ്രഹം എന്ന് പറയുന്നത്. എന്നാൽ 2-ാമത്തൊരു വിഗ്രഹം ഇനി പറയുന്ന ശ്രദ്ധിച്ച് കേൾക്കണമേ. നമുക്ക് ജാതീയ വിഗ്രഹമില്ല, പക്ഷെ നമുക്ക് 2-ാമത്തൊരു വിഗ്രഹമുണ്ട്. ആ വിഗ്രഹം ഹൃദയത്തിനകത്തിരിക്കുന്ന വിഗ്രഹം. അതെന്താ പാസ്റ്ററെ ഹൃദയത്തിന്റെ വിഗ്രഹം? ഇത്രയേ ഉള്ളൂ. കർത്താവിനേക്കാൾ കൂടുതൽ എന്തിനെ അധികമായി കണ്ടാലും ബൈബിൾ പഠിപ്പിക്കുന്നു അത് ഹൃദയത്തിന്റെ വിഗ്രഹമാണ്. സ്തോത്രം. ചിലർക്ക് ഹൃദയത്തിന്റെ വിഗ്രഹം എന്ന് പറയുന്നത് മാറി മാറി ഉപയോഗിക്കുന്ന വസ്ത്രധാരണങ്ങളോടാണ് ചിലർക്ക് ഇഷ്ടം എന്ന് പറയുന്നത്. സ്തോത്രം. അവർക്ക് ടെക്സ്റ്റൈൽ ഷോപ്പ് കാണുമ്പോൾ എന്തുവാന്ന് അറിയത്തില്ല. സ്തോത്രം. ഒരു പിടുത്തം അങ്ങോട്ടങ്ങോട്ട്. ഇനി രാവിലെ അതിനകത്ത് കയറിയ ഇറങ്ങും, അതുമില്ല. സ്തോത്രം. വൈകിട്ട് വരെ എല്ലാം തപ്പിയെടുത്ത് അവസാനം കൈ വല്ലം കിട്ടൂ, അതുമില്ല. സ്തോത്രം. ഒന്നും ഇഷ്ടപ്പെടുകയില്ല. അവരുടെ പ്രേമം എന്ന് പറയുന്നത് അതിനോടാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ആരോ പ്രസംഗിച്ചപ്പോൾ ഒരു പദം ഇങ്ങനെ പറഞ്ഞു, എൻ്റെ മനസ്സിനകത്ത് മായാതെ കിടക്കുകയാണ്. എല്ലാം വലിച്ചുവാരി ഇടിപ്പിച്ചിട്ട് അവസാനം ആ ബോയിയോട് ചോദിച്ചെന്ന്, ഇനി ഈ ഷോപ്പിനകത്ത് ഡ്രസ്സൊന്നും ഇല്ലേന്ന്. എല്ലാ കളക്ഷനും വലിച്ചു വരിയിട്ട് എന്നിട്ട് ചോദിക്കുക, ഇനി ഈ ഷോപ്പിനകത്ത് ഡ്രസ്സൊന്നും ഇല്ലേന്ന്. അവസാനം ബോയ് പറയുകയാണത്രേ, അമ്മാമ്മ ഇനി ഉടുത്തിരിക്കുന്ന മുണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ, അത് വലിച്ചൂരി തരാൻ പറ്റിയ. കണ്ടോ, നമുക്ക് എന്തോന്നറിയില്ല, അതിനോടങ്ങ് ഭയങ്കര ആക്രാന്തമാണ്. ചിലർക്ക് ഹൃദയത്തിന്റെ വിഗ്രഹം വസ്ത്രധാരണങ്ങളോടാണ്, ചിലർക്ക് അങ്ങനല്ല, മാറി മാറി ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിന്റെ വേർഷനുകളോടാണ് ചിലർക്ക് ഇഷ്ടമെന്ന് പറയുന്നത്. അവർക്ക് അതിനോടങ്ങ് ഭയങ്കര പ്രേമമാണ്. സ്തോത്രം. അത് വരുമ്പോഴേ അവർക്ക് അതിന്റെ അപ്ഡേഷൻ നടത്തണം, അത് മേടിക്കണം. അതിനി എത്ര EMI അടച്ചാലും സാരമില്ല പാസ്റ്ററെ, ഞങ്ങൾ
ഞങ്ങൾക്ക് ആ ഫോൺ വേണം. അതിൻ്റെ വേർഷൻ അതിനോട് അവർക്ക് ഭയങ്കര ആക്രാന്തമാണ്. ഇപ്പോൾ റീസെൻ്റ് ഇറങ്ങിയത് ഐഫോൺ 17 അല്ലേ, 17 ആണോ? ഐഫോൺ 17 ഇറങ്ങുമ്പോഴേ ഞങ്ങൾക്ക് അത് വേണം പാസ്റ്റേ. ഇനി എൻ്റെ ചോദ്യം, ഈ 16 7 വന്നപ്പോൾ എന്നാ മാറ്റം വന്നു? ഒരു മാറ്റവും വന്നില്ല. ഒരു ക്യാമറ എടുത്ത് അപ്പുറത്തോട്ട് വെച്ചു, അപ്പോൾ 17 ആയി. പക്ഷെ നമുക്കത് വേണം. നമുക്ക് അതിനോടങ്ങ് ഭയങ്കര ആക്രാന്തം. 16 വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. പക്ഷെ 17 വന്നല്ലോ, അപ്പം നമുക്ക് അവരുടെ ആക്രാന്തം അതിനോട്. അതാണ് അവരുടെ ഹൃദയത്തിൻ്റെ വിഗ്രഹം. ചിലർക്കിതല്ല, മാറി മാറി ഉപയോഗിക്കുന്ന വണ്ടികളോടാണ്. സാധാരണ കൊട്ടാരക്കരക്കാരെ ഞങ്ങൾ പറയാറുണ്ട്, അവർക്ക് വണ്ടിപ്രാന്തെന്ന് ഞങ്ങൾ പറയും. അവരുടെ ഹൃദയത്തിൻ്റെ വിഗ്രഹം. ഇനി മേടിക്കാനൊന്നുമല്ല അച്ഛാ, എവിടെ പോയാലും പക്ഷേ അതിൻ്റെ മൈലേജ് എത്ര, ഇതിന് മൈലേജ് എത്ര, ആ വണ്ടിക്ക് ഇപ്പം എങ്ങനെയുണ്ട്, അതിൻ്റെ കപ്പാസിറ്റി. മേടിക്കാനൊന്നുമല്ല, എല്ലാത്തിൻ്റെ റിവ്യൂ അറിയണം. അവരുടെ പ്രേമം അങ്ങ് അതിനോടാ. സ്തോത്രം. എനിക്കറിയാവുന്ന ഒരു അച്ഛൻ ഞങ്ങളുടെ നാട്ടിലുണ്ട്. പുള്ളിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന 3 ബ്രാൻഡഡ് കാറുകളാണ്. റീസെൻ്റ്ലി പുള്ളി മേടിച്ചത് BMW 5 സീരീസിൻ്റെ കാറാണ്. സ്തോത്രം. ഓൾറെഡി 3 ബ്രാൻഡഡ് കാറുകൾ പുള്ളിക്കുണ്ട്. അതുകൂടാതെ 5 സീരീസിൻ്റെ ഇപ്പോൾ BMW ഒരു കാർ എടുത്തു. ഇതുകൂടാതെ താറിൻ്റെ ഒരു ജീപ്പ് പുള്ളിക്കുണ്ട്. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, 5 വണ്ടി തൻ്റെ വീട്ടിലുണ്ടെങ്കിലും ഓടനാവട്ടം ജംഗ്ഷനിൽ പോകണമെങ്കിൽ ഓട്ടോ വിളിച്ചേ പോകത്തുള്ളൂ. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചായിരുന്നു, അച്ഛൻ നാണക്കേടല്ലേ ഇത്രയും വണ്ടി വീടിൻ്റെ ഫ്രണ്ട്? പുള്ളി പറയാം, പാസ് പറയുന്നത് പെട്രോളിനൊക്കെ എന്നാ പൈസയാന്നാ. സ്തോത്രം. അപ്പോൾ സത്യത്തിൽ പുള്ളിക്ക് അതിനകത്ത് കയറണമെന്ന് പോലും ആഗ്രഹമില്ല. പണ്ടൊക്കെ ഈ തറവാടിൻ്റെ ഫ്രണ്ട് ആനയെ വലിച്ച് കെട്ടുന്നത് പോലെ എല്ലാം മേടിച്ചിങ്ങനെ നിരത്തിയിടണം. പുള്ളിയുടെ വിഗ്രഹം എന്ന് പറയുന്നത് അതിനോടാണ്. സ്തോത്രം. എന്നാൽ ചിലർക്ക് ഇതൊന്നുമല്ല, എപ്പോഴും മന്തി കഴിക്കണം. ഒരു സ്തോത്രം പറഞ്ഞേ. സ്തോത്രം. എപ്പോഴും മന്തി കഴിക്കണം. അവരുടെ ഹൃദയം. പാസ്റ്റർ, ഇതൊക്കെ തെറ്റാണോ? ബൈബിൾ പഠിപ്പിക്കുന്നു ഇതൊക്കെ തെറ്റാണ്. സ്തോത്രം. ഭക്ഷണം നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ തൊണ്ടയ്ക്ക് കത്തി വെക്കണം. ഭക്ഷണം ഇടർച്ച വരുത്തുന്നെങ്കിൽ തൊണ്ടയ്ക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ബൈബിൾ പറയാം. ഭക്ഷണം ഇടർച്ചയായിട്ട് തോന്നുന്നോ? അതിനേക്കാൾ നല്ലത് പോയി ചാകുന്നതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. കണ്ടോ? ചിലർ ഹൃദയത്തിൻ്റെ വിഗ്രഹം അതാ. ഞങ്ങളുടെ സഭയിൽ ഇതുപോലത്തെ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. ഞങ്ങൾ ഇതുപോലത്തെ 21 ദിവസം സാധാരണ ഞങ്ങൾ 10-25 പാസ്റ്റർമാരെ വിളിക്കാറുണ്ട്. ഇതണക്ക് മനോഹരമായ നോട്ടീസൊക്കെ സെറ്റ് ചെയ്തു. 2 വർഷങ്ങൾക്ക് പുറകിൽ നടന്നൊരു ചരിത്രമാണ്. ഈ കൊട്ടാരക്കര തൊട്ട് അങ്ങ് പത്തനാപുരം വരെ എല്ലായിടത്തും ഫ്ലെക്സുകളൊക്കെ, അന്ന് ഫ്ലെക്സുകൾ നിരോധിക്കാത്ത സമയമാണ്, കൊണ്ടുവന്ന് വെച്ചു. എല്ലാം സെറ്റ് ചെയ്തു, കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. പിറ്റേ ദിവസം മുതൽ എനിക്ക് വിളി വരാൻ തുടങ്ങി. പാസ്റ്റർ, അഭിമന്യു പാസ്റ്ററാണോ? ഞാൻ പറഞ്ഞു അതേലോ. നിങ്ങൾക്ക് മെയിലിൽ ചർച്ച ഉണ്ടല്ലേ? ഞാൻ പറഞ്ഞു അതേലോ. അവിടെ 21 ദിവസത്തെ ഉപവാസപ്രാർത്ഥന നടക്കുക. ഞാൻ പറഞ്ഞു അതെ. സ്തോത്രം. 10-25 പാസ്റ്റർമാരെ വിളിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, ആരാ ഇത് വിളിക്കുന്ന? പ്രവാചകനാണോ? അല്ല പാസ്റ്ററെ, കൺവെൻഷൻ ബോർഡ് കണ്ടേച്ചും വിളിക്കുക. പറഞ്ഞു ഓക്കെ. വരുന്നുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഇത്രയും പാസ്റ്റർമാർ വരുമ്പോൾ ഞങ്ങൾ വരാതിരിക്കുമോ? ഞാൻ പറഞ്ഞു ഓൾസോ വെൽക്കം, എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വരാം. പാസ്റ്ററെ, ഞങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ആ പാസ്റ്റർ എന്നാ പാസ്റ്ററെ? ഞാൻ ചോദിച്ചു ഏത് പാസ്റ്റർ? അല്ല മറ്റേ ഫ്ലെക്സി വലിയ തലയാട്ടൊക്കെ നിൽക്കുന്ന ആ പാസ്റ്റർ. ഞാൻ ചോദിച്ചു അതെന്നാ? പുള്ളി ഉള്ളപ്പോഴേ ഞങ്ങൾ വരത്തോളന്ന്. സ്തോത്രം. പക്ക ഹൃദയത്തിൻ്റെ വിഗ്രഹമാട്ടോ. സ്തോത്രം. കർത്താവിനേക്കാൾ കൂടുതൽ എന്തിനെ അമിതമായി കണ്ടാലും ബൈബിൾ പഠിപ്പിക്കുന്നു അത് ഹൃദയത്തിൻ്റെ വിഗ്രഹമാണ്. സ്തോത്രം. അപ്പോൾ ഒന്നാമത്തെ മേഖല നമ്മൾ ജയിക്കണം. വിഗ്രഹങ്ങൾ എന്ത് ചെയ്യണം? ജയിക്കണം. 2ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അലസതകളെ ജയിക്കാനാണ് പൗലോസ് പഠിപ്പിക്കുന്നത്. അലസതകളെ ജയിക്കുക. 2:9 വാക്യം വായിക്കാമോ? 2:9 വാക്യം. സഹോദരന്മാരെ ഞങ്ങളുടെ അധ്വാനവും പ്രയാസവും നിങ്ങൾ ഓർക്കുന്നുവല്ലോ. ബ്യൂട്ടിഫുൾ വേർഡ്. സഹോദരന്മാരെ, ഞങ്ങളുടെ അധ്വാനവും പ്രയാസവും നിങ്ങൾ ഓർക്കുന്നുവല്ലോ. നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ഞങ്ങൾ രാവും പകലും വേല ചെയ്തുകൊണ്ട് നിങ്ങളോട് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. സത്യം പറയാം, ഈ വാക്യമൊക്കെ അലസന്മാര് വായിച്ചാൽ മനസ്സിൽ ഭയങ്കര കുത്തരാ ഫീൽ ചെയ്യുന്നത്. അലസന്മാരോട് ഡയറക്റ്റ് പറയാതെ ഇൻഡയറക്റ്റ് ആയിട്ട് പൗലോസ് പറയുക. അലസതയ്ക്കകത്തിരിക്കുന്നവരോട് തന്റെ ശുശ്രൂഷയുടെ പ്രാഗൽഭ്യം പൗലോസ് പറയാ. വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. സഹോദരന്മാരെ, ഞങ്ങളുടെ അധ്വാനവും പ്രയാസവും നിങ്ങൾ ഓർക്കുന്നുവല്ലോ. പിന്നെ അടുത്ത് പറയാം, നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ഞങ്ങൾ രാവും പകലും വേല ചെയ്തുകൊണ്ട് നിങ്ങളോട് ദൈവത്തിന്റെ സുവിശേഷം എന്ത് ചെയ്യുന്നുണ്ട്? സത്യം പറയാം, ഞാൻ ആദ്യമായിട്ടൊക്കെ ഈ വാക്യം വായിക്കുമ്പോൾ ഞാൻ എന്നോട് തന്നെ പറയായിരുന്നു, ഷെയിം പപ്പി ഷെയിം. സ്തോത്രം. അതെന്നാ? ഈ മനുഷ്യനോടാണ് നമ്മൾ സ്വർഗത്ത് കിരീടമൊക്കെ പങ്കിടാൻ ചെന്ന് നിൽക്കണ്ടേ? സ്വർഗത്തൊരു ഒടിഞ്ഞ കസേരെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നല്ലേ? സ്തോത്രം. രാവും പകലും പുള്ളി വേല ചെയ്യും, ഭയങ്കര വിയർപ്പൊഴിക്കുക, അധ്വാനിക്കും, കൂടാരപ്പണി ചെയ്യും, കൂട്ടത്തിൽ സുവിശേഷ പ്രസംഗവും. സ്തോത്രം. എന്നാ മനുഷ്യനല്ലേ? അധ്വാനിക്കുക. ബൈബിളിൻ്റെ ഒരു ഭയങ്കര കൺസെപ്റ്റാണ്. അലസന്മാരെ ദൈവത്തിന് ഇഷ്ടമല്ല, അധ്വാനിക്കുന്നവനെ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. സ്തോത്രം. ഇനി സുവിശേഷ വേല ഒരു അധ്വാനമാണെന്ന് മനസ്സിലാക്കണം. അതൊരു ചെറിയ പണിയല്ല. സ്തോത്രം. ഒരു സഭ വഹിക്കുക, അതൊരു ഭയങ്കര അധ്വാനമാണ്. സ്തോത്രം. അങ്ങനെ അലസന്മാരെ ദൈവത്തിന് ഇഷ്ടമല്ല. ഞാൻ നിങ്ങളോട് ഒരു മാർമിക രഹസ്യം പറയാം. ദൈവം എന്ന് ചോദിച്ചാൽ ദൈവം അധ്വാനിക്കുന്നവനെ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? ശുശ്രൂഷയ്ക്ക് വിളിച്ചിട്ടുള്ളൂ. പത്രോസിനെ ദൈവം ശുശ്രൂഷയ്ക്ക് വിളിച്ചപ്പോൾ പത്രോസ് എവിടായിരുന്നു മക്കളെ? ആ സെറ്റിക്കകത്ത് ഇങ്ങനെ ചാരിക്കടന്ന് പവർവിഷന്റെ ചാനലൊക്കെ ഇങ്ങനെ കണ്ടോണ്ടിരുന്നപ്പോൾ തമ്പുരാൻ വന്നു പറയാ, പവർവിഷൻ ഓഫ് ചെയ്യടാ, നമുക്ക് പോയി മനുഷ്യനെ പിടിക്കാം. ആണോ? അല്ല. പത്രോസിനെ ദൈവം മിനിസ്ട്രിക്ക് വിളിച്ചപ്പോൾ പത്രോസ് എവിടായിരുന്നു? ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതിരുന്നപ്പോൾ തമ്പുരാൻ പറഞ്ഞടാ, അധ്വാനിച്ചവനെ ശുശ്രൂഷയ്ക്ക് കൊള്ളാകുന്നവനെ, നീ മനുഷ്യനെ പിടിക്കാൻ വാ. സ്തോത്രം. കണ്ടോ? പഴയ നിയമത്തിനകത്ത് ദൈവം പരാക്രമശാലി എന്ന് വിളിച്ചൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനെ ദൈവം പരാക്രമശാലി എന്ന് വിളിച്ചപ്പോൾ പുള്ളി എവിടാന്നറിയാമോ? ശത്രുവിന്റെ കയ്യെ ഗോതമ്പ് കൊടുക്കാതിരിക്കാൻ മുന്തിരിച്ചക്കിനകത്ത് എന്ത് ചെയ്യുക?
ഭയങ്കര അധ്വാനത്തിലാണ് പുള്ളി. സ്തോത്രം. ഇനിയും പഴയ നിയമത്തിൽ അഭിഷേകത്തിന്റെ പുതപ്പിട്ടൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യന്റെ മേൽ അഭിഷേകത്തിന്റെ പുതപ്പിട്ടപ്പോൾ പുള്ളി എവിടാന്നറിയാമോ? വയലിനകത്ത് കാളയെ ഭയങ്കര അധ്വാനത്തിലാണ്. അവന്റെ മേലെ ദൈവം അഭിഷേകത്തിന്റെ പുതപ്പിട്ടായി. സ്തോത്രം. അറിയാൽ ഞാൻ ഉറപ്പിച്ച് പറയാം, അലസന്മാരെ ദൈവത്തിന് ഇഷ്ടമില്ല. അടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് പിടിച്ച് ചിരിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞാട്ട്, അലസന്മാരെ ദൈവത്തിന് ഇഷ്ടമല്ല, അലസന്മാരെ ദൈവത്തിന് ഇഷ്ടമല്ല. പക്ഷെ അധ്വാനിക്കുന്നവനെ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പഠിച്ചത് IPCയുടെ ഒരു ബൈബിൾ സെമിനാരില്ല കേട്ടോ. സ്തോത്രം. നമ്മൾ ഈ ഉച്ചയ്ക്ക് 1 മണിക്ക് വിശന്ന് വലഞ്ഞ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിച്ചില്ല. അത് രാവിലെ മിക്കവാറും ഉപ്പുമാവായിരിക്കും കേട്ടോ. രാവിലെ ഉപ്പുമാവായിരിക്കും. സ്തോത്രം. ഇനിയിപ്പോൾ നല്ല ഫുഡ് കിട്ടുന്ന ഒരു ചിന്ത ഈ ബൈബിൾ കോളേജിൽ പോകാനിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. സ്തോത്രം. ഫുഡ് കിട്ടാനാണെങ്കിൽ പോകണ്ട കേട്ടോ. അവിടെ ഉപ്പുമാവ് രാവിലെ. സ്തോത്രം. അത് മിക്കവാറും ഒരു 15 മിനിറ്റ് കൊണ്ട് ദഹിച്ചങ്ങ് പോകും. സ്തോത്രം. പിന്നെ 1 മണിക്ക് വല്ലതും ഒന്ന് കവറപ്പ് ചെയ്യുന്നത് നമ്മൾ. 1 മണിക്ക് ബെല്ലടിക്കുമ്പോൾ ചാടിക്കുത്തി ഇറങ്ങും. ഇതാണൊക്കെ ഒരു ഹോളാണ്. ഇതാണ് സ്റ്റേജിൻ്റെ, ഇതാണ് കൗണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ലൈനായിട്ട് ക്യൂ ആയിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ നോർത്ത് ഇന്ത്യൻസാണ് ഞങ്ങളുടെ കൂടെ 90%. ഇവർക്ക് ഇച്ചിരി തടിയും തൻ്റെ ഉള്ളത് കൊണ്ട് നമ്മളെയും തള്ളിയിട്ടിട്ട് അമ്മമാർ പോയി ഫ്രണ്ട് ചെയ്യും. നമ്മൾ മലയാളികളെ കാലസന്മാരം അമ്മമാർ പുറയിലായിരിക്കും. സ്തോത്രം. അവസാനം വിശന്ന് പോലെ ഇങ്ങനെ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ക്യൂ ആയിട്ട് പോന്നിക്കുമ്പോൾ ഞങ്ങളുടെ പ്രിൻസിപ്പൾ C. തോമസ് സാറ് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലത്തെ ഒരു ഭിത്തിയുണ്ട്. ഇപ്പോൾ മോസ്റ്റ് ഹോളി കവനൻ്റ് എന്ന് എഴുതിയിരിക്കുന്ന പോലെ ഈ ഭിത്തിക്കകത്ത് പ്രിൻസിപ്പൾ ഒരു വാക്യം എഴുതി വെച്ചിട്ടുണ്ട്. വാക്യം ഇതാണ്: അധ്വാനിക്കാൻ മനസ്സില്ലാത്തവൻ കഴിക്കുകയും അരുത്. സ്തോത്രം. വിശന്ന് വലഞ്ഞാൽ കയറി ചെല്ലുന്നത്. അപ്പോഴാണ് ഇത് കാണുന്നത്. നെഞ്ചത്തോടൊരു ഇടിവാള് വാസി ചെയ്യുന്നതൊക്കെ. സ്തോത്രം. ഇത് ബൈബിളിൻ്റെ ഒരു കൺസെപ്റ്റാണ്. അലസന്മാരെ ദൈവത്തിന് ഇഷ്ടമല്ല, അധ്വാനിക്കുന്നവനെ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. 2-ാം അധ്യായത്തിലെ ജയം എന്ന് പറയുന്നത് അലസതകളെ ജയിക്കുക. 3-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ കൂട്ടായ്മയുടെ ഭിന്നതകളെ ജയിക്കാനാണ് പൗലോസ് പ്രധാനമായും പഠിപ്പിക്കുന്നത്. നോട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറിച്ചിട്ടോ. കൂട്ടായ്മയുടെ ഭിന്നതകൾ എന്ത് ചെയ്യണം? ജയിക്കണം. കൂട്ടായ്മകളെ എഴുതുന്ന 2-3 പേരെ ഞാൻ കാണുന്നുള്ളൂ. ബാക്കിയുള്ളവർക്ക് അത്രയും മെമ്മറി കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുക. ഞങ്ങൾക്ക് അങ്ങനെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല പാസ്റ്ററെ. ഞങ്ങൾ മെമ്മറി ഭയങ്കര ഓക്കെയാ. പാസ്റ്റർ അങ്ങ് സൂപ്പർ ഫാസ്റ്റിൽ പൊക്കോ, പുറകാലം ഞങ്ങൾ വരുന്നുണ്ട്. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. 3-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് കൂട്ടായ്മയുടെ ഭിന്നതകളെ ജയിക്കുക. ഇതൊരു പ്രധാനപ്പെട്ട പഠിപ്പീരാണ്. ഇപ്പം നിങ്ങൾ എന്നെ നോക്കുകയാണെ, ഈ പൗലോസ് ഇവിടെ പ്രധാനമായും പഠിപ്പിക്കുന്നത് കൂടി വരുന്നില്ലെങ്കിൽ സാരമില്ല, കൂടി വരുന്നെങ്കിൽ എന്താ ഉണ്ടാകരുത്? ഭിന്നതയുണ്ടാകരുത്. അത് പ്രധാനപ്പെട്ട ഒരു പഠിപ്പീരാണ്. അച്ഛാ, കൂടി വരുന്നില്ലെങ്കിൽ സാരമില്ല, കൂടി വരുന്നെങ്കിൽ ഭിന്നതയുണ്ടാകാൻ പാടില്ല. യോഗത്തിൽ വന്നില്ലേ പ്രശ്നമുണ്ടോ പാസ്റ്റേ? ഒരു പ്രശ്നവും ഇല്ല മാമേ. പക്ഷെ വരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാകാൻ, ഭിന്നത ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ ഈ മീറ്റിംഗ് എല്ലാം കഴിയുമ്പോൾ കർത്താവിൻ്റെ ദാസന് ബിനിൽ പാസ്റ്ററിനടുത്ത് വന്ന് ചോദിക്കണം, ബിനിൽ പാസ്റ്ററെ, നമ്മൾ 10-21 ദിവസത്തെ ഉപവാസപ്രാർത്ഥനയൊക്കെ നടത്തുകയാണല്ലോ. 21 ദിവസത്തെ കഴിഞ്ഞിട്ട് ആദ്യത്തെ സൺഡേയിൽ പാസ്റ്ററിൻ്റെ ആഗ്രഹം എന്നാ? 21 കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ സൺഡേയിൽ പാസ്റ്ററിൻ്റെ ആഗ്രഹം എന്നാ? പുതുതായിട്ടൊരു 10 കുടുംബം നമ്മുടെ ചർച്ചിലോട്ട് വരണമെന്നാണോ, അതോ ഉള്ളതൊക്കെ അങ്ങ് ഐക്യതയിൽ പോകണമെന്നാണോ എന്ന് ചോദിച്ചാൽ, ഒരു നല്ല പാസ്റ്ററാണെങ്കിൽ പറയും, എൻ്റെ പൊന്നമ്മാമേ 10 കയറി വന്നില്ലേലും സാരമില്ല, ഉള്ളതൊക്കെ എന്ത് ചെയ്താൽ മതി? ഐക്യതയിൽ പോയാൽ മതി. കൂടി വരുന്നില്ലേലും സാരമില്ല, കൂടി വരുന്നെങ്കിൽ എന്താ ഉണ്ടാകരുത്? ഭിന്നത ഉണ്ടാകരുത്. ഇതാ 3-ാം അധ്യായത്തിൻ്റെ പഠിപ്പീര്. 4-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ മനസ്സിൻ്റെ നിരാശകളെ ജയിക്കുക. അതൊരു പ്രധാനപ്പെട്ട ടീച്ചിങ് ആണ്. മനസ്സിൻ്റെ നിരാശകളെ ജയിക്കുക. സ്വന്തം ചങ്കത്തോട് കരമെന്ന് വെച്ചിട്ട് പറഞ്ഞാൽ മനസ്സിൻ്റെ നിരാശകളെ ജയിക്കുക. പിശാചിൻ്റെ ഏറ്റവും വലിയ പദ്ധതിയാണ് നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുക എന്നുള്ളത്. ഇനി ഞാൻ നിങ്ങളോടൊരു മാർമിക രഹസ്യം പറയാം. ഇത് പ്രധാനപ്പെട്ട ഒരു പദമാണ്. പിശാചിന് നമ്മുടെ വണ്ടി വേണ്ട. ഒരു സ്വത്രം പറഞ്ഞേ, വേണ്ട. പിശാചിന് നമ്മുടെ വീട് വേണ്ട. ഒരു സ്വത്രം പറഞ്ഞേ. പിശാചിന് നമ്മുടെ ബാങ്ക് ബാലൻസ് വേണ്ട. ഒരു സ്വത്രം പറഞ്ഞേ. പിശാചിന് നമ്മുടെ ജോലി വേണ്ട. ഒരു സ്വത്രം പറഞ്ഞേ. ഇല്ല, വേണ്ട. പിശാചിന് എൻ്റെ വണ്ടി വേണോ മോനെ? പിന്നെ എൻ്റെ വണ്ടി കിട്ടിയിട്ട് വേണം പുള്ളിക്ക് അത്യാവശ്യം വെള്ളറടെ പോയിട്ട് തിരിച്ചു വരാൻ. പുള്ളിക്ക് എൻ്റെ വണ്ടി വേണോ? വേണ്ട. സ്വത്രം. എൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്ന ചില്ലറ പുള്ളിക്ക് വേണോ? ഓ, ലോകം മൊത്തം അവൻ്റെ കൈ കീഴെ കിടക്കുക. എൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസയൊന്നും. എൻ്റെ ജോലി പിശാചിന് വേണോ? അതൊന്നും പിശാചിന് വേണ്ട. പക്ഷെ പിശാച് എൻ്റെ വീട് തൊടും, എൻ്റെ വണ്ടി തൊടും, എൻ്റെ പിള്ളാരെ തൊടും. എന്തിനാണെന്നറിയാമോ? എൻ്റെ മനസ്സിനെ അസ്വസ്ഥമാക്കാനാ. ഇതൊക്കെ തൊട്ടാൽ മാത്രമേ എൻ്റെ മനസ്സെന്ത് ചെയ്യത്തോളോ? അസ്വസ്ഥമാകത്തോളൂ. സ്തോത്രം. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നിങ്ങളുടെ പേഴ്സ് കളഞ്ഞു പോയെന്ന് ചിന്തിക്കുക. സ്തോത്രം. അങ്ങനാണെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ഇവിടെ വന്നു വരുന്ന എത്ര ചങ്ക് കീറി സ്തോത്രം പറയാൻ പറഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യത്തില്ല? പറയത്തില്ല. കാരണം നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാ, പൈസ കളഞ്ഞു പോയി. അപ്പൊ പിശാചിന്റെ പദ്ധതി പൈസ കളയുന്നതല്ല, നിന്റെ മനസ്സെന്ത് ചെയ്യണം? അസ്വസ്ഥമാക്കണം. മക്കളെ, ഒരു വീട്ടിൽ കള്ളം കയറി കേട്ടോ. ഒരു വീട്ടിൽ കള്ളം കയറി. സ്തോത്രം. ആ വീട്ടിലെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചി രാത്രി പ്രാഥമിക ആവശ്യങ്ങൾക്ക് എന്തോ എഴുന്നേറ്റ് 0 വോൾട്ട് ബൾബ് കത്തിച്ചിട്ട് ബാത്റൂമിലോട്ട് പോയപ്പോൾ ജനലിനകത്തൂടെ കണ്ടു കള്ളം മതിലിയാടി അകത്തേക്ക് കയറുന്നു. കൊച്ചിങ്ങനെ ക്യൂരിയോസിറ്റി നോക്കിക്കൊണ്ടിരുന്നു. ഒന്നും പ്രതികരിക്കാൻ തോന്നിയില്ല. കൊച്ചിങ്ങനെ ക്യൂരിയോസിറ്റി നോക്കിക്കൊണ്ടിരുന്ന് കള്ളം വന്നു. പെട്ടെന്ന് ഫീസ് ഊരിയപ്പോൾ ദേണ്ടേ പവർ പോയി. പവർ പോയപ്പോൾ 0 വോൾട്ട് ബൾബം കാണഞ്ഞു. കൊച്ചിന് പേടിയായി. കൊച്ച് ആലാമുറിയിട്ട് കരയാൻ തുടങ്ങി. കരച്ചിൽ കേട്ട് വീട്ടുകാരെല്ലാം കൂടെ ടോർച്ച് അടിച്ചുകൊണ്ട് വന്നു. ഓടി വന്നപ്പോൾ കള്ളൻ ഓടി രക്ഷപ്പെട്ടു. വീട്ടുകാർ വന്ന് കൊച്ചിൻ്റെ ചോദിച്ചു, എന്നാ പറ്റി? കൊച്ചു പറഞ്ഞു, കള്ളം വന്നു. ആര് വന്നു? കള്ളം വന്നു. സ്തോത്രം. വീട്ടുകാർ ചോദിച്ചു, എന്തിനാ കള്ളം വന്നേ? ഫീസ് മോഷ്ടിക്കാൻ വേണ്ടി കള്ളം വന്നു. പിന്നെ രാത്രി 12:30 കരിയോലും വാരി തേച്ച് ഉറക്കവും കളഞ്ഞ് മെനക്കെട്ട് ആ മനുഷ്യൻ ഇത് മതിലാടി വന്നത് ഫീസ് മോഷ്ടിക്കാനാണോ? വീട്ടിൽ 5 പൈസ വിലയെടുപ്പില്ലാത്ത ഫീസ് കള്ളന് വേണോ?
വേണ്ട. പക്ഷെ ഫീസ് ഊരി. എന്തിനാ? ഫീസ് ഊരിയാലേ പവർ പോകത്തുള്ളൂ. പവർ പോയാലേ ഇരുട്ട് വരത്തുള്ളൂ. ഇരുട്ട് വന്നാലേ വിരപിടിപ്പുള്ളത് കള്ളൻ എടുക്കാൻ പറ്റുള്ളൂ. സ്തോത്രം. എൻ്റെ മുൻപ്രിയപ്പെട്ടവരെ, വീടും വണ്ടിയും വള്ളവും ഒക്കെ നമ്മുടെ ഫീസാ. ഇതാണ് അവൻ ഊരുന്നത്. ഇതൊന്നും ഊരുന്നത് അവന് വേണമെന്നുള്ളതുകൊണ്ടല്ല, പക്ഷെ ഇത് ഊരിയാലേ നമ്മുടെ വിലപിടിപ്പുള്ള മനസ്സ് പിശാചിന് എടുക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. ഇന്ന് രാവിലെ ഈ വെളിപ്പാട് പ്രാപിച്ച ദൈവത്തിൻ്റെ കുഞ്ഞ് പറയും, പർവ്വതങ്ങൾ കുലുങ്ങി, സമുദ്രമധ്യേ വീഴട്ട, അതിലെ വെള്ളം ഇരച്ച് കലങ്ങട്ട, പക്ഷെ എൻ്റെ ഹൃദയം ഭയപ്പെടാൻ ഞാൻ എന്ത് ചെയ്യത്തില്ല, സമ്മതിക്കത്തില്ല. കരമൊന്ന് ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ? മനസ്സിന്റെ നിരാശകളെ ജയിക്കുക. ഈ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഒത്തിരി പ്രതികൂലങ്ങൾ നിങ്ങൾക്ക് ചിലപ്പം വരാൻ സാധ്യതയുണ്ടായിരിക്കാം. നിങ്ങൾ ഈ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുമ്പോൾ ആയിരക്കണക്കിന് വാക്കുകൾ നിങ്ങൾക്കെതിരെ പ്രതികൂലങ്ങളായി ചലിക്കാൻ സാധ്യതയുണ്ടായിരിക്കാം. അപ്പോഴെല്ലാം നിങ്ങൾ പറയണം, ആ ഒന്നാമത്തെ ദിവസം വന്ന കൊച്ചു പാസ്റ്റർ പ്രസംഗിച്ചേച്ചും പോയി മനസ്സസ്വസ്ഥമാകാൻ ഞാൻ സമ്മതിക്കുകയില്ല. സ്തോത്രം. അങ്ങനെ അസ്വസ്ഥമായി നിങ്ങൾ വീട്ടിലിരുന്ന ഒന്നും പ്രാപിക്കാൻ പറ്റുകയില്ല. പക്ഷെ മനസ്സിന്റെ നിരാശയുടെ കെട്ടഴിച്ച് ഒരുത്തരെങ്കിലും ഇതിനകത്ത് വന്നാൽ അവന്റെ മനസ്സ് നിറഞ്ഞ മനസ്സാക്കിയ ദൈവാത്മാവ് വിടും. സ്തോത്രം. ഒരു മാർമിക രഹസ്യം ഞാൻ നിങ്ങളോട് പറയാം. അസ്വസ്ഥമായിരിക്കുന്ന ഹൃദയത്തിനകത്ത് ദൈവത്തിന് വാഗ്ദത്തങ്ങൾ ഇടാൻ പാടാണ്. സ്തോത്രം. അസ്വസ്ഥമായിരിക്കുന്ന മനസ്സാണോ നിങ്ങളുടേത്? നിങ്ങളുടെ അകത്ത് ദൈവത്തിന് പ്രോമിസ് ഇടാൻ പാടാ. കേൾക്കും നിങ്ങൾ, പക്ഷെ കാണാൻ പറ്റത്തില്ല. എന്നാൽ സ്വസ്ഥതയോടെ ഇരിക്കുന്ന മനസ്സാണ് നിങ്ങളുടെ മനസ്സെങ്കിൽ വാഗ്ദത്തങ്ങൾ വേഗത്തിൽ തുറക്കപ്പെടാനിടയായി തീരും. സ്തോത്രം. അബ്രഹാം ഒരിക്കൽ ചോദിച്ചു, കർത്താവേ, എൻ്റെ സന്തതി, വാഗ്ദത്ത സന്തതി ഇശ്മായേലാകുമോ? എനിക്ക് സന്തതി വേണം. കലങ്ങി മറിയുന്ന മനസ്സോടാ ചോദിക്കുന്നേ. തമ്പുരാൻ അധികം കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അധികം വാഗ്ദത്തങ്ങളൊക്കെ കൊടുത്തു, പക്ഷെ വലുതായിട്ടൊന്നും ദൈവം തമ്പുരാൻ പറയാതെ സ്കിപ്പ് ചെയ്ത് മാറിപ്പോയി. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അബ്രഹാമിന്റെ അടുക്കൽ വന്നിട്ട് ദൈവം പറഞ്ഞു, അബ്രഹാമേ, അടുത്ത വർഷം നിനക്കൊരു സന്തതി. അബ്രഹാം എന്നാ ചെയ്യുന്നതെന്നറിയാമോ? ചിരിച്ചു. എന്തോ ചെയ്തു? ചിരിച്ചു. അപ്പൊ ചുമ്മാ ഇപ്പോഴോ കൊച്ചോ ചുമ്മാ ഇരി കർത്താവേ, വയസ്സായെന്ന്, പ്രായമായെന്ന്, ഈ കോച്ചിനെ കിട്ടിയിട്ട് എന്താ ചെയ്യാൻ എന്ന് വെച്ചാൽ ഈ വിഷയത്തിൽ ഇപ്പം അബ്രഹാം ടെൻഷൻ ഇല്ല. അഡ്ജസ്റ്റഡ് ആണ്. കൊച്ചിനെ കിട്ടിയാലും കുഴപ്പമില്ല, കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അഡ്ജസ്റ്റഡാ. പക്ഷെ പണ്ടങ്ങനല്ല. കലങ്ങി മറിയുന്ന മനസ്സ്. ആരാ വാഗ്ദത്ത സന്തതി? ഇശ്മായേലോ? ദൈവം അധികം ഒന്നും മിണ്ടാതെ മാറിപ്പോയിട്ട് പിന്നെ വന്നിട്ട് പറഞ്ഞു അടുത്ത വർഷം. അപ്പൊ അബ്രഹാം അഡ്ജസ്റ്റഡാ, സ്വസ്ഥതയോടെ ഇരിക്കുക. ചിരിച്ച മനസ്സോടെ ഇരിക്കുന്നവനോട് ദൈവം പറഞ്ഞു, അടുത്ത വർഷം തന്നെ നിനക്ക് കിട്ടും. സ്തോത്രം. സ്വസ്ഥതയുള്ള ഹൃദയത്തിനകത്തെ ദൈവത്തിന് വാഗ്ദത്തങ്ങൾ ഇടാൻ എളുപ്പമുള്ളൂ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. 4-ാമത്തെ അധ്യായം മനസ്സിന്റെ നിരാശകളെ ജയിക്കുക. 5-ാമത്തെ അധ്യായത്തിനകത്ത് വരുമ്പോൾ പാപത്തെ ജയിക്കുക. എല്ലാവരും കൂടെ പറഞ്ഞേ. 6-ാമത്തെ വാക്യമാണോ? 6-ാമത്തെ വാക്യം, 15-ാമത്തെ വാക്യം. റൈറ്റ്. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യും. ഞാൻ പറയുന്നത് ഈ പേന ഉണ്ടെങ്കിൽ ഇതിനൊക്കെ അടിയിൽ വരയിടണം കേട്ടോ. വരച്ച് 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 ഇനി എവിടെ വരയ്ക്കണം പാസ്റ്റർ എന്ന് ചോദിക്കുന്നവരുണ്ട്. അതിനടിയിൽ ബൈബിൾ മൊത്തം വരച്ച് വെച്ചിരിക്കുന്നവർ അതിൻ്റെ ചുറ്റും ഒരു റൗണ്ട് വരയ്ക്കണം കേട്ടോ. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ. പിന്നെന്തോ ചെയ്യണം? തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ. കണ്ടോ? പാപത്തെ ജയിക്കാനുള്ള ഏറ്റവും വലിയ പോംവഴി പൗലോസ് പറയുകയാണ്, നിങ്ങൾ തിന്മയെ തിന്മ കൊണ്ട് തോൽപ്പിക്കാൻ നിൽക്കരുത്. നിങ്ങൾ തിന്മയെ എങ്ങനെ ജയിക്കണം? നന്മയാൽ ജയിക്കണം. പാപത്തെ ജയിക്കുക. 2 പാപങ്ങളെ കുറിച്ച് ഞാൻ പറയാം കേട്ടോ. 2 പാപങ്ങളെ കുറിച്ച് പറയാം. 1-ാമത്തെ പാപം എന്ന് പറയുന്നത് മറഞ്ഞിരിക്കുന്ന പാപം. 2-ാമത്തെ പാപം വെളിപ്പെട്ട് നിൽക്കുന്ന പാപം. എല്ലാവരും കൊണ്ടൊന്ന് ചേർന്ന് പറയാമോ? മറഞ്ഞിരിക്കുന്ന പാപം, വെളിപ്പെട്ട് നിൽക്കുന്ന പാപം. പറഞ്ഞേ. മറഞ്ഞിരിക്കുന്ന പാപവും വെളിപ്പെട്ട് നിൽക്കുന്ന പാപവും. 2 പാപങ്ങളുണ്ട്. ഒന്ന് മറഞ്ഞിരിക്കുന്ന പാപവും, 2 വെളിപ്പെട്ട് നിൽക്കുന്ന പാപവും. ഒരു ഉദാഹരണം പറയാം, അപ്പൊ കുറെ കൂടെ മനസ്സിലാകും. നാട്ടുകാരെല്ലാം കൂടെ പിടിച്ചൊരു സ്ത്രീയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്നിട്ട് നാട്ടുകാരെല്ലാം കൂടെ പറഞ്ഞു, കർത്താവ് എന്നാടാ? IPC 343 പറയുന്നു ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം. യേശു പറഞ്ഞു, ചുമ്മാതെ. IPC ഷാരോണും ഇൻഡിപെൻഡന്റും AG ഒക്കെ അവിടെ നിൽക്കട്ടെ. തൻ്റെ ഉണ്ടെങ്കിൽ പാപമില്ലാത്തവൻ എന്ത് ചെയ്യണം? കല്ലെറിയണം. അപ്പൊ നാട്ടുകാരെല്ലാം കൂടെ കല്ല് താഴെ ഇട്ടിട്ട് പോയി. ഇവിടെ 2 പാപം യേശു വെളിപ്പെടുത്തി. ഒന്ന്, ആ സ്ത്രീയുടെ പാപം. സ്ത്രീയുടെ പാപം വെളിപ്പെട്ട് നിൽക്കുന്ന പാപമാണോ മറഞ്ഞിരിക്കുന്ന പാപമാണോ? സ്ത്രീയുടെ വെളിപ്പെട്ട് നിൽക്കുന്ന പാപം. അവളിപ്പോൾ സോഷ്യൽ മീഡിയ ഭയങ്കര തരംഗ വിഷയമല്ലേ? അവളെ ഫോട്ടോ വെച്ചാൽ നാട്ടുകാരെല്ലാം ഇങ്ങനെ ട്രോൾ ഉണ്ടാക്കി എന്ത് ചെയ്യുന്നത്? കാരണം അവളെ പാപം ലോകത്തിന് മൊത്തം, മാങ്കൂട്ടത്തിന്റെ പാപമൊക്കെ ലോകത്തിന്. പിന്നൊരു പുള്ളി ഉണ്ടായിരുന്നല്ലോ, സ്റ്റാർ ദിലീപ്. ദിലീപിന്റെ പാപമൊക്കെ ലോകം മൊത്തം അറിഞ്ഞു. ഇപ്പൊ ഇതിന് താഴെ കമന്റ് ഇടുന്ന കുറെ അച്ചായന്മാരുണ്ടല്ലോ. അവരോടാ ദൈവത്തിന് പറയാനുള്ളത്, പാപം ഇല്ലാത്തവൻ എന്ത് ചെയ്യട്ടെ? കല്ലെറിയട്ടെ എന്നല്ല, കമന്റ് ഇടട്ടെ. ഒരു സ്വതന്ത്രം പറഞ്ഞേ. അപ്പൊ ഈ കമന്റ് ഇടുന്ന അച്ചായന്റെ ചിന്ത എന്ന് അറിയാമോ? മറ്റേ പുള്ളിയുടെ പാപം ലോകം അറിഞ്ഞു, അതുകൊണ്ട് ആ പുള്ളി സോഷ്യൽ മീഡിയയിൽ ഇപ്പം പ്രദർശിക്കപ്പെട്ട് നിൽക്കുന്നത്. പക്ഷെ നമ്മുടെ പാപം ആർക്കും അറിയത്തില്ല. ഞാൻ പറയുന്ന സത്യത്തിൽ ഈ പ്രദർശിക്കപ്പെട്ടവന്റെ പാപത്തെക്കാൾ 1000 മടങ്ങ് പാപത്തെ PhD എടുത്ത പുള്ളിയായി കമന്റ് ഇടുന്നത്. പക്ഷെ പുള്ളിയുടെ പാപം നാട്ടുകാർക്ക് എന്ത് ചെയ്തിട്ടില്ല? മനസ്സിലായിട്ടില്ല. അപ്പൊ ഈ നാട്ടുകാരെല്ലാം കൂടെ കല്ല് താഴെ ഇട്ട് പോയി. കല്ല് താഴെ ഇട്ടവന്റെ പാപം മറഞ്ഞിരിക്കുന്നതാണോ വെളിപ്പെട്ട് നിൽക്കുന്നതാണോ? മറഞ്ഞിരിക്കുന്ന പാപം. ഞാൻ ഇന്ന് രാവിലെ ഈ സഭയിൽ പ്രസംഗിക്കുന്ന വരെ കല്ല് താഴെ ഇട്ടവരുടെ പാപം ആർക്കെങ്കിലും അറിയാമോ? ഇല്ല. പക്ഷെ ആ പാപം ഇല്ലെന്നാണോ അതിനർത്ഥം? ഉണ്ട്. അതുകൊണ്ടല്ലേ അവർ കല്ല് താഴെ ഇട്ടെ. ഇനി കല്ല് താഴെ ഇട്ടിട്ട് പോയപ്പോ കർത്താവ്, ജോർജ്
ജോർജ് അവിടെ ആരും ഇല്ല മാമേ, ജോർജ് പോലെ എന്തോ ഇങ്ങ് വായു, എന്തോ എന്താ അച്ഛാ കല്ല് താഴെയിട്ടെ? ഇന്നലെ ഇച്ചിരി സിഗരറ്റൊക്കെ വലിച്ചായിരുന്നല്ലയോ? യേശു ചോദിച്ചോ? ഇല്ല. തോമസേ പോലെ ഇങ്ങ് വാ, എന്തോ കല്ല് താഴെയിട്ടല്ലേ? പുള്ളി പറഞ്ഞ് കല്ല് താഴെ. കല്ല് കൊണ്ടാണ് വന്നേ, പക്ഷെ കല്ല് താഴെ ഇട്ടോ. എന്താ തോമസേ കല്ല് താഴെ ഇടാൻ കാരണം? ഇന്നലെ ഭാര്യയോട് ഭയങ്കര വഴക്കായിരുന്നല്ലേ, അതുകൊണ്ടാ കല്ല് താഴെ ഇട്ടല്ലേ? യേശു ചോദിച്ചോ? ഇല്ല. അതിനർത്ഥം കല്ല് താഴെ ഇട്ടവന് പാപം ഇല്ലെന്നല്ല, പാപമുണ്ട്, പക്ഷെ അത് പ്രദർശിക്കപ്പെട്ടിട്ടില്ല, മറഞ്ഞിരിക്കുന്ന പാപം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇനി എൻ്റെ ഒരു കുഞ്ഞു ചോദ്യമാണേ, നമ്മുടെ പാപം, ഈ പ്രസംഗിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും പാപം മറഞ്ഞിരിക്കുന്ന പാപമാണോ വെളിപ്പെട്ട് നിൽക്കുന്ന പാപമാണോ? പറ. അത് പറഞ്ഞതിൻ്റെ പേരിലെങ്കിലും സ്വർഗ്ഗത്ത് പോകും. ഒരു സ്തോത്രം പറഞ്ഞേ. സത്യം പറഞ്ഞല്ലോ, സ്തോത്രം. നമ്മുടെ പാപം വെളിപ്പെട്ട് നിൽക്കുന്ന പാപമല്ല, മറഞ്ഞിരിക്കുന്ന പാപം. സത്യം പറ. ആ തൻ്റെ അവിടെ ഉള്ളത് കൊണ്ടല്ലേ ഇന്ന് പകരത്തെ മീറ്റിങ്ങിനകത്ത് വന്നിരിക്കുന്നേ? ആണെന്നോ അല്ലെന്നോ? അതെ. ഇത് നാട്ടുകാർക്ക് അറിയത്തില്ല പാസ്റ്ററെ. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചെയ്ത ഒരു കുരുത്തക്കേടും നാട്ടുകാർക്ക്, ഈവൻ പാസ്റ്റർക്ക് പോലും, എൻ്റെ സഭയിൽ ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു കുഞ്ഞു ചോദ്യങ്ങൾ, ഒരു കൊച്ചു ചോദ്യമാണ്, ഈ ഇരിക്കുന്ന നമ്മളാണോ യഥാർത്ഥ നമ്മൾ? ആണെന്നോ അല്ലെന്നോ? അല്ല. അമ്മമ്മ ഈ തലേ സ്ക്രാഫ് ഇട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണോ യഥാർത്ഥ നിങ്ങൾ? അല്ല. എല്ലാത്തിനും സ്തോത്രം പാസ്റ്ററെ. ഗ്ലോറി ടു ഗോഡ്. ദൈവത്തിന് മഹത്വം. ആമേൻ, ആമേൻ. ഈ പറയുന്ന നമ്മളാണോ യഥാർത്ഥ നമ്മൾ? അല്ലെന്ന് നമുക്കും അറിയാൻ പടച്ച തമ്പുരാനും. പിന്നെ ഇത് നാട്ടുകാർക്ക് അറിയത്തില്ലെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നതിനെ ഈ പ്രസംഗിക്കുന്ന എൻ്റെയും കാര്യം പറയാം, സ്തോത്രം. അപ്പൊ പിന്നെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ അകത്തിരിക്കുന്ന വേറൊരു പുള്ളി ഉണ്ട്. ആ പുള്ളി അങ്ങനെ കണ്ടെത്താൻ പറ്റും. ആ പുള്ളിയെ കണ്ടെത്താൻ ഈ യോഗത്തിൽ പാസ്റ്റർ പകലും വൈകിട്ടും ഒന്നും നിന്നാൽ പടി കിട്ടത്തില്ല പാസ്റ്റേ. അതിന് പാസ്റ്റർ ഒരു കാര്യം ചെയ്യണം. ഒരു മാസത്തെ യോഗം ക്യാൻസൽ ചെയ്തിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഒരു മാസം നിൽക്കാവോ? ഞങ്ങൾ ആരാന്ന് കൃത്യമായിട്ട് ആണോ? നമ്മൾ പോലും അറിയാതെ നമ്മുടെ അകത്തിരിക്കുന്ന വേറൊരു പുള്ളിയുണ്ട്. ആ പുള്ളി പ്രശ്നക്കാരനാ. അവനാണ് പാപത്തിന്റെ മനുഷ്യൻ. അവനെ നമുക്ക് പുറത്ത് ചാടിക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അതാണ് ഇല വലിക്കൽ പരിപാടി എന്ന് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞേ. വൃത്തിയാക്കണ്ടേ? ഇല വൃത്തിയാക്കണ്ടേ? ഇല അശുദ്ധമായ നാളെ ശക്തന്മാരാ അഭിഷക്തന്മാരാ വരുന്നേ. കഴിക്കാൻ പറ്റിയ ഇല ഫുഡ്. ഇല വൃത്തിയായാലും ഇത് കഴിക്കാൻ പറ്റൂ. ഒരു സ്വതന്ത്രം പറഞ്ഞേ. പാപം. സ്വതന്ത്രം. ഞാൻ എപ്പോഴും എൻ്റെ ഭാവനയെ കാണുന്ന കാര്യങ്ങളൊന്നാണ്. ഇവിടെ പ്രൊജക്ടർ ഇല്ല അല്ലേ ദിവസനെ? ഇല്ല. ഈ വാസം കഴിയുന്നതിന് മുമ്പ് ഇവിടെ ഒരു പ്രൊജക്ടർ വരും കേട്ടോ. സ്വതന്ത്രം. ദൂതല്ല, ഉദാഹരണം. സ്വതന്ത്രം. ദൂതാണെങ്കിൽ അങ്ങനെ അല്ലല്ലോ പറയണ്ടേ, ശാന്തമായിട്ടല്ലല്ലോ. ഈ വാസ പ്രാർത്ഥന കഴിയുന്നതിന് മുമ്പ് ഇവിടെ ഒരു പ്രൊജക്ട് വരുമെന്ന് ഉദാഹരണം ഇന്ന് വൈകിട്ട് തന്നെ വരുമെന്ന് ചിന്തിക്കുക. സ്തോത്രം. ഒരു പ്രൊജക്ട് വരും. അപ്പോൾ സാധാരണ പ്രൊജക്ടിൻ്റെ സിസ്റ്റം കൈകാര്യം ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങൾ അതിനകത്ത് പാട്ടിൻ്റെ വരിയും പ്രസംഗത്തിൻ്റെ വരിയൊക്കെ ഇടുന്നത്. ഇത് ഉദാഹരണമാണേ. ഉദാഹരണം ഇന്ന് വൈകിട്ട് വരുന്ന പ്രൊജക്ടിൻ്റെ സിസ്റ്റം ദൈവമായിട്ട് എടുക്കുന്നതെന്ന് ചിന്തിക്കുക. സ്തോത്രം. അപ്പം ദൈവമാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ വൈകിട്ട് കനത്തിൽ പൗഡറൊക്കെ ഇട്ട് പുട്ടിയൊക്കെ അടിച്ച് ഒരുങ്ങി യോഗത്തിനങ്ങോട്ട് വന്ന ആ ഡോറ് തുറന്ന് അകത്തോട്ട് വരുന്നവരുടെ പേരെല്ലാം ദൈവം ഇവിടെ വലിയ സ്ക്രീനകത്ത് എഴുതി കാണിക്കും. പ്രൊജക്ടിൻ്റെ സിസ്റ്റം ദൈവമാണല്ലോ ഏറ്റെടുത്തിരിക്കുന്നത്. ദൈവം ഇങ്ങനെ വലുതായിട്ട് എഴുതി കാണിക്കും. അറ്റൻഡൻസ് എടുക്കുന്ന പോലെ സൂസി വന്നു, മറിയാമ വന്നു, ജോർജ് വന്നു, ഇങ്ങനെ പേരെഴുതി കാണിക്കും. എന്നിട്ട് ഈ വന്നവരുടെ എല്ലാം പാവം ദൈവം ഇവിടെ 1, 2, 3, 4, 5 എന്ന ക്രമത്തിൽ കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ എവിടെയൊക്കെ പോയി, എന്തെല്ലാം ചെയ്തു, ആരോടൊക്കെ സംസാരിച്ചു, കയറിറങ്ങിപ്പോയ സൈറ്റുകൾ, കണ്ട വീഡിയോസുകൾ, നമ്മുടെ യൂട്യൂബിൻ്റെ ഡെസ്ക് ടോപ്പിൻ്റെ സ്ക്രീൻഷോട്ട്, അതെല്ലാം ദൈവം ഇവിടെ ഇങ്ങനെ എഴുതി കാണിക്കും കേട്ടോ. സ്തോത്രം. അങ്ങനെ സിസ്റ്റം ഇന്ന് വൈകിട്ട് വന്നാൽ സത്യം പറയണം, ഇന്ന് വൈകിട്ട് ദൈവത്തെ എത്ര പേര് വരും? അതിനേക്കാൾ നല്ലത് നാട് വിട്ടു പോകുന്നതോ. ഒരു സ്തോത്രം പറഞ്ഞേ. സ്തോത്രം. ഇതൊന്നും നാട്ടുകാർക്ക് അറിയത്തില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ മക്കളെ. നമ്മൾ യൂട്യൂബ് ഓപ്പൺ ആക്കുമ്പോൾ, ജസ്റ്റ് നമ്മുടെ യൂട്യൂബ് ഓപ്പൺ ആകുമ്പോൾ ഇതിന് ഡെസ്ക് ടോപ്പിൽ കുറച്ച് വീഡിയോസ് വരും അല്ലേ? അങ്ങനെ അല്ലേ? അതെങ്ങനെ വെച്ചാൽ വരുന്നത്? ഈ ഡെസ്ക് ടോപ്പിൽ വീഡിയോസ് എങ്ങനെ വരുന്നത്? നമ്മൾ യൂട്യൂബരോട് റിക്വസ്റ്റ് ചെയ്തോ, എനിക്കിട്ട് ഞാൻ തുറക്കുമ്പോഴേ ഡെസ്ക് ടോപ്പിൽ കുറച്ച് വീഡിയോസ് ഇടണമെന്ന് പറഞ്ഞോ? ഇല്ല. അതിനൊരു പേര് പറയും സ്റ്റെബിലും ബ്രദറെ. എന്താ അറിയാമോ? യൂട്യൂബിനകത്ത് ഡെസ്ക് ടോപ്പിൽ മാത്രം വരുന്ന കുറച്ച് വീഡിയോസിന് ഒരു പേര് പറയും. അറിയാമോ? സജക്ഷൻ അല്ലെങ്കിൽ റിലേറ്റഡ് വീഡിയോസ് എന്നതിന് പറയും. റിലേറ്റഡ് വീഡിയോസ്. ഇതെന്താ സംഭവം എന്നറിയാമോ? നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന എന്തുവാണോ അത് തന്നെ ഈ ഡെസ്ക് ടോപ്പിൽ എന്ത് ചെയ്യുന്നേ? നിങ്ങൾ ഏറ്റവും കൂടുതൽ സിനിമ കാണുന്ന ആളാണ്, കൈ ഉയർത്തരുത്, നാണക്കേടാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ സിനിമ കാണുന്ന ആളാണെങ്കിൽ ഈ ഡെസ്ക് ടോപ്പിൽ എന്തുമായിരിക്കും കിടക്കുന്നത്? യൂട്യൂബ് ഓപ്പൺ ആക്കുമ്പോഴേ സിനിമ സാധനങ്ങളെ കിടക്കുള്ളൂ. സോദരൻ, എനിക്കിത് അറിയത്തില്ലായിരുന്നു കേട്ടോ. നമുക്കിത് അറിയാം, പക്ഷെ അത് ക്യാച്ചബിൾ അല്ലായിരുന്നു. എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എന്തോ ഒരു കാര്യത്തിന് അവളെ ഫോൺ എടുത്തിട്ട് യൂട്യൂബ് ഇങ്ങനെ ഓപ്പൺ ആക്കിയപ്പോൾ അതിൻ്റെ ഡെസ്ക് ടോപ്പിൽ മൊത്തം ഈ കുഞ്ഞുങ്ങളുടെ വീഡിയോസ് കിടക്കുക. സ്തോത്രം. കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ പാല് കൊടുക്കണം, കൊച്ചുങ്ങളെ എങ്ങനെ എടുത്തുകൊണ്ട് നടക്കണം, കൊച്ചിൻ്റെ 1-ാം വയസ്സിൽ എങ്ങനെ കൈകാര്യം ചെയ്യേണ്ട, കൊച്ചിന് എങ്ങനെ ഫുഡ് കൊടുക്കുക, ഇതെല്ലാം കിടക്കുക. ഞാൻ ചോദിച്ചു, ഇതാണ് കുഞ്ഞുങ്ങളുടെ വീഡിയോസ് അടങ്കലെടുത്ത് നീ ഓർഡർ ചെയ്തോ? സ്തോത്രം. അവൾ പറഞ്ഞ, അല്ലച്ചാ, ഞാൻ ഈ ദിവസങ്ങളിൽ കാണുന്ന വീഡിയോസ് മൊത്തം കൊച്ചുങ്ങളുടെ വീഡിയോസ്. അപ്പോൾ എനിക്കൊരു സംഭവം ക്ലിക്കായി. ലോകത്തിലുള്ളൊരു ടെക്നോളജിക്ക് ഇവൾ 2 ദിവസം കുഞ്ഞുങ്ങളുടെ വീഡിയോ ടച്ചിൽ നിന്ന് സെർച്ച് ചെയ്തപ്പോൾ 3-ാമത്തെ ദിവസം ഇവൾ ചോദിക്കാതെ തന്നെ യൂട്യൂബ് ഓപ്പൺ ആക്കിയപ്പോഴേ ലോകത്തിൻ്റെ ടെക്നോളജി അവളുടെ മൈൻഡ് സെറ്റ് മനസ്സിലാക്കി അവൾക്കുള്ള സംഭവം ഇതിനകത്ത് ഇങ്ങനെ ഡെസ്ക് ടോപ്പിൽ ഇട്ട് കൊടുക്കാൻ അത്രയും ശക്തി ഉണ്ടെങ്കിൽ പിശാച് ഇതിനേക്കാൾ മിടുക്കനാ. ഒരു സഹോദരൻ പറഞ്ഞേ, നിങ്ങൾ ഈ കണ്ണിങ്ങനെ ഉറങ്ങി തിരുമ്മി അങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴേ പിശാചിനറിയാം നിന്നെ ഇതിനകത്ത് വീക്കാക്കാൻ പറ്റും. നിനക്ക് കോപമാണോ പ്രശ്നം?
ഉറപ്പാണ്. നിന്റെ മുമ്പിൽ പ്രദർശിക്കപ്പെടുന്ന എല്ലാം കോപമായിരിക്കും. ഒരു സ്വതന്ത്രം പറഞ്ഞേ. അസൂയാണ് നമ്മുടെ പ്രശ്നം. ഉറപ്പാണ്. നമ്മൾ കണ്ണ് തിരുമ്പി പുറത്തോട്ട് വരുമ്പോഴേ അപ്പുറത്തച്ചാൻ വണ്ടി മേടിച്ചു, ഇപ്പുറത്തച്ചാൻ വീട് പണി തുടങ്ങുമ്പോൾ അസൂയ. പിശാചിനറിയാം നമ്മുടെ ഡെസ്ക് ടോപ്പിൽ എന്തെല്ലാം ഇട്ട് തരണമെന്നുള്ളത്. ഇതൊരു ചെറിയ സംഗതിയല്ല. ആകയാൽ പാപത്തെ എന്ത് ചെയ്യണം? ജയിക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. 5 അധ്യായത്തിനകത്ത് 5 ജയങ്ങളെ പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ട് 4-ന്റെ 1-ാമത്തെ വാക്യത്തിനകത്തേക്ക് വരുമ്പോൾ പൗലോസ് പറയേ 5 ജയം മാത്രം പോരാ നിങ്ങൾക്ക്, ഒടുവിൽ സഹോദരന്മാരെ. അടുത്തത് ഇനി നിങ്ങൾക്കൊരു കാര്യം കൂടെ വേണം. ദൈവത്തിന്റെ പ്രസാദം വേണം. ദൈവത്തിന്റെ പ്രസാദം വേണം. സ്തോത്രം. ഈ ശാന്തമായുള്ള വീട് കഴിഞ്ഞ് ഇതിന്റെ ഒരു ഭാഗത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ ഇതിനകത്തൊരു ആത്മീയ സത്യം പറഞ്ഞിരിപ്പുണ്ട്. അതൊന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള എൻ്റെ ബന്ധപ്പെടലാന്ന് മാത്രം ചിന്തിച്ചാൽ മതി. 4-ാം അധ്യായം 1-ാം വാക്യം പൗലോസ് പറയുന്നു, ഒടുവിൽ സഹോദരന്മാരെ ദൈവപ്രസാദം നിങ്ങൾക്ക് വേണം. അപ്പം നിങ്ങൾക്ക് 5 ജയം മാത്രം പോരാ, പിന്നെന്തോ വേണം? ദൈവത്തിന്റെ പ്രസാദം വേണം. പക്ഷെ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ ദൈവദാസനെ, ഈ ദൈവപ്രസാദം ലഭിക്കാൻ തക്കവണ്ണം, അല്ലെങ്കിൽ ഇത് ലഭിക്കണമെങ്കിൽ അടുത്ത പദം നിങ്ങൾ എങ്ങനെ നടക്കണം. അപ്പൊ ഈ ദൈവപ്രസാദം എല്ലാവർക്കും കിട്ടുമോ? ഇല്ല. പിന്നെ ഇത് ആർക്ക് മാത്രമേ കിട്ടത്തോളൂ? നടക്കുന്നവന് മാത്രമേ കിട്ടത്തോളൂ. സ്തോത്രം. എന്റെ ചോദ്യം, എവിടെ നടന്നാൽ ഈ ദൈവപ്രസാദം കിട്ടും? വീട്ടിൽ നല്ല നടപ്പ് നടന്ന ദൈവപ്രസാദം കിട്ടുമോനെ? ഇല്ല. നാട്ടിൽ നല്ല നടപ്പ് നടന്ന ദൈവപ്രസാദം കിട്ടുമോ? ഇല്ല. സഭയിൽ നല്ല നടപ്പ് നടന്ന ദൈവപ്രസാദം കിട്ടുമോ? ഇല്ല. സ്തോത്രം. ടീച്ചർമാരുടെ മുമ്പിൽ നല്ല നടപ്പ് നടന്ന ദൈവപ്രസാദം കിട്ടുമോ? ഇല്ല. ഈ ദൈവപ്രസാദം കിട്ടണമെങ്കിൽ എവിടെ നല്ല നടപ്പ് നടക്കണം? ദൈവത്തിന്റെ മുമ്പേ നല്ല നടപ്പ് നടക്കണം. സ്തോത്രം. അപ്പൊ ഈ നടക്കേണ്ടത് എങ്ങനെയാ പാസ്റ്ററെ? നടക്കേണ്ടത് എങ്ങനെയാന്ന് കൊലോസി ലേഖനത്തിനകത്തുണ്ട്. തൊട്ടു മുമ്പിലത്തെ ലേഖനം കൊലോസി ലേഖനം 2-ന്റെ 6-ാമത്തെ വാക്യം. അടിവരയിട്ട് സൂക്ഷിക്കണം ഈ പദങ്ങളൊക്കെ കേട്ടോ. കൊലോസി 2-ന്റെ 6-ാമത്തെ വാക്യത്തിൽ എങ്ങനെയാണ് നടക്കേണ്ടത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ തന്നെ അവന്റെ കൂട്ടായ്മയിലും നടക്കിൻ. അപ്പൊ എങ്ങനെ നടക്കേണ്ടത്? കർത്താവായ യേശുവിനെ കൈക്കൊണ്ടതുപോലെ. മമ്മിമാരെ, ആ ദിവസം ഓർമ്മയുണ്ടോ? കർത്താവിനെ സ്വീകരിച്ച ഡേ ഓർമ്മയുണ്ടോ? യേശുവിനെ കൈക്കൊണ്ട ദിവസം ഓർമ്മയുണ്ടോ? ഏതോ കൺവെൻഷൻ വേദിക്കകത്ത് ദൈവദാസന്മാർ വചനം ശക്തമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, യേശുവിന്റെ 2 കരത്തിലും ആണി തറയ്ക്കപ്പെട്ടു, കാലിനകത്ത് കാലിരുമ്പിന്റെ ആണി തറയ്ക്കപ്പെട്ടു, ശിരസിന്റെ ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ രക്തം വാർന്നൊലിച്ചു. ആമേൻ. സ്തോത്രം. പാലസ്തീന്റെ പച്ചമണ്ണിനകത്ത് സ്റ്റെവിലെ 24 ടൈപ്പ് വിഷമുള്ളുണ്ടായിരിക്കെ അതിനകത്ത് ഏറ്റവും വിഷം കൂടിയ മുള്ള് ഒറ്റ രാത്രി കൊണ്ട് തപ്പിയെടുത്ത് അത് കിരീടമാക്കി വെച്ച് പടഞ്ഞ് തമ്പുരാന്റെ ശിരസിനകത്ത് വെച്ച് കോല് കൊണ്ടടിച്ച് താഴേക്കിറക്കി എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ചങ്കങ്ങ് കീറിപ്പോയി. ഞങ്ങളുടെ സഭയിൽ ഇന്നേക്ക് കുറച്ച് നാൾക്ക് മുമ്പ് തിരുവത്താഴ ശുശ്രൂഷ നടക്കുന്നതിന് തൊട്ടു മുമ്പ് അന്ന് ഞങ്ങളുടെ ഒരു ഓഡിറ്റോറിയം മീറ്റിംഗ്. സ്തോത്രം. ഞങ്ങളുടെ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന വലിയ ഫിലിമിൽ നിന്നും 6 മിനിറ്റുള്ള ഒരു കൊച്ചു ക്ലിപ്പ് കട്ട് ചെയ്ത് തിരുവത്താഴത്തിന് തൊട്ടു മുമ്പ് ഈ സ്ക്രീനകത്തൊന്ന് ഇട്ട് കാണിച്ചപ്പോൾ ഞങ്ങളുടെ ചില ആന്റിമാർക്ക് കണ്ടിരിക്കാൻ പറ്റിയില്ല. യേശുവിന്റെ കയ്യിൽ ആണി തറയ്ക്കുന്ന ഭാഗം എത്തിയപ്പോഴേ അവർ ഈ കർച്ചീഫ് എടുത്ത് മുഖത്തോട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ പ്ലീസ് അത് ഓഫ് ചെയ്ത് കണ്ടിരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ മാന്യ സഹോദരി, അതൊരു മനുഷ്യൻ അഭിനയിച്ചതാ. ഒരു മനുഷ്യൻ അഭിനയിച്ചിരുന്നപ്പോൾ നിന്റെ ചങ്ക് കീറിപ്പോയെങ്കിൽ 2025 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ യേശു അത് അനുഭവിച്ചറിഞ്ഞ യാഥാർത്ഥ്യമാ. സ്തോത്രം. കണ്ടോ? യേശുവിന്റെ ശരീരത്തിനകത്ത് ക്രൂശികളും ഒക്കെ കേട്ടപ്പോ നമ്മുടെ മനസ്സറിയാതെ അങ്ങ് നൊന്തുപോയി. സ്തോത്രം. അപ്പോൾ ആ ദൈവദാസൻ അവസാനം ചോദിച്ചേ, ഇങ്ങനെ ക്രൂശിൽ നിനക്ക് വേണ്ടി മരിച്ച യേശുവിനെ നിനക്ക് വേണോ എന്ന് ചോദിച്ചപ്പോൾ അറിയാതെ നമ്മൾ കരങ്ങ് ഉയർത്തി വരെ നോക്കിയ ദൈവദാസൻ പറഞ്ഞു, ലജ്ജയില്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ടിൽ ത്രോയിലോട്ട് വരാം എന്ന് പറഞ്ഞപ്പോ നമ്മൾ ജഡരക്തങ്ങളോടും മാംസരക്തങ്ങളോടും ആലോചന ചോദിക്കാതെ ആ ഫ്രണ്ടിൽ ത്രോയിൽ വന്ന് നിരനിന്നു. അപ്പൊ ആ ദൈവദാസൻ നമുക്ക് രക്ഷാവാചകം ഏറ്റു പറഞ്ഞു. അറിയാതെ നമ്മൾ കണ്ണുനീരൊഴുക്കി യേശുവിനെ തന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. ഓർമ്മയുണ്ടോ ആ ദിവസം? കർത്താവിനെ സ്വീകരിച്ചട്ടെ. ഈ ബൈബിളിനകത്ത് ഈ വാക്യം കിടക്കുക, ആ ദിവസം പോലെ തന്നെ അവന്റെ കൂട്ടായ്മയിലും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എളുപ്പ പണിയാണോ? അന്നത്തെ മാനസാന്തരം പോലെ തന്നെ അവന്റെ കൂട്ടായ്മയിലും നടക്കണം. ഈ നടന്നാൽ മാത്രമേ എന്തോ കിട്ടത്തോളോ? ദൈവ പ്രസാദം. സ്തോത്രം. അന്നത്തെ കണ്ണുനീരിലും അന്നത്തെ മാനസാന്തരത്തിലും എത്ര നാൾ നടക്കണം പാസ്റ്ററെ? 3 മാസം പോരാ. 6 മാസം? 1 വർഷം നടന്നാൽ മതിയോ? പറ്റത്തില്ല. 5 വർഷം? പറ്റത്തില്ല. ഒരായുസ് മൊത്തം അന്നത്തെ പോലെ തന്നെ, ആ കൈക്കൊണ്ട ദിവസം പോലെ തന്നെ അവന്റെ കൂട്ടായ്മയിലും എന്ത് ചെയ്യണം? ഹൗ ടു വാക്ക്. എങ്ങനെ നടക്കണം? യേശുവിനെ കൈക്കൊണ്ടതുപോലെ തന്നെ അവന്റെ കൂട്ടായ്മയിലും നടക്കണം. അങ്ങനെ നടന്നാൽ മാത്രമേ എന്തോ കിട്ടത്തോളൂ? ദൈവ പ്രസാദം കിട്ടത്തോളൂ. ഇനി പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ വാക്യത്തിനകത്ത് കിടക്കുന്ന അടുത്ത പദം, നിങ്ങൾ ദൈവപ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം എങ്ങനെ നടക്കണമെന്ന്. അടുത്ത പദം അതെ, ഞങ്ങളോട് ഗ്രഹിച്ചു. അത് പ്രധാനപ്പെട്ട ഒരു പദമാ. ദൈവപ്രസാദം നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങൾ പഠിച്ചത് എവിടെ നിന്നാ അറിയാമോ? ഞങ്ങളെ നിന്ന് പഠിച്ചു. ഇനി എന്നെ ശ്രദ്ധിച്ചേക്കണേ.
നിങ്ങൾക്ക് ദൈവപ്രസാദം കിട്ടാനുള്ള പഠിപ്പീര് കിട്ടിയ സ്ഥലം ഞങ്ങളേന്നാ പഠിച്ചത്. ഇതിന് മറുപടി പറയണമേ. ആരാ ആന്റിമാരെയും ഞങ്ങളാരാ? ദൈവപ്രസാദം കിട്ടണമെങ്കിൽ നടക്കണം. ആ നടക്കേണ്ട നടത്തത്തിന്റെ റൂള് പഠിച്ചത് ഞങ്ങളേന്നാണ് പൗലൂസ് പറയുന്നത്. ആരാ ഞങ്ങളാരാ ആന്റി? ഫ്രണ്ടിൽ വന്നിരിക്കുകയും വേണ്ടായിരുന്നു, അങ്ങനാണോ? അല്ല, ഞങ്ങളാരാ? പൗലോസ് ആ കാലവുമായി ബന്ധപ്പെട്ട്, ഈ സഭയുമായി ബന്ധപ്പെട്ട് ഞങ്ങളാരാ? മോസ്റ്റ് ഹോളി കവനന്റ് മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട ഞങ്ങളാരാ? പാസ്റ്റർ. സ്തോത്രം. പാസ്റ്റർ മാത്രമല്ല, പാസ്റ്ററിന്റെ കുടുംബം, ഈ സഭയുടെ എൽഡേഴ്സ്, ഈ സഭയുടെ പ്രാർത്ഥന റലത്തിൽ നിൽക്കുന്നവർ, ഈ സഭയുടെ സൺഡേ സ്കൂൾ അധ്യാപകർ, അവരാണ് ഈ ഞങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അവരെന്നാ നമ്മൾ എന്ത് ചെയ്തേ? ഇത് പഠിച്ചത്. ഇവിടെ ഒരു ഓർഡർ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ ഇതിനകത്തൊരു ആത്മീയ സത്യമുണ്ട്. അത് പറയുമ്പോൾ നമ്മുടെ അകത്തേക്ക് ഒരു ദൈവസാന്നിധ്യം അങ്ങ് ചലിക്കും. ഞാൻ അങ്ങനെ അങ്ങ് വിശ്വസിക്കുക. സ്തോത്രം. അപ്പം ഞങ്ങളേന്ന് നിങ്ങളത് പഠിച്ചു. ഞങ്ങളെന്ന് പറഞ്ഞ ഒരു സഭയുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി ആ പാസ്റ്ററും കുടുംബം, അവരെന്നാ നമ്മൾ എന്ത് ചെയ്തേ? ഇത് പഠിച്ചത്. സ്തോത്രം. ഇവിടെ സഭയുടെ ഒരു ഓർഡർ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു സഭയുടെ ഓർഡർ കേൾക്കണേ. ഒരു സഭയുടെ നാഥൻ ആരാന്നറിയാമോ? ഒരു സഭയുടെ നാഥൻ കർത്താവായ യേശു. അതിന് താഴെ ആ സഭയിൽ ആരാ? പാസ്റ്ററും കുടുംബം. അതിന് താഴെ വിശ്വാസികൾ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇതാണ് ഒരു സഭയുടെ ഓർഡർ എന്ന് പറയുന്നത്. ഇനി ഈ ഓർഡർ സഭയിൽ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട്. ഈ ഓർഡർ നമ്മുടെ വീട്ടിലുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരു വീടിന്റെ നാഥൻ ആരാ? ഒരു വീടിന്റെ നായകൻ ആരാ? നമ്മൾ സ്റ്റിക്കറിലൊക്കെ എഴുതി ഒട്ടിക്കത്തില്ലേ, യേശു ഈ വീടിന്റെ നായകൻ. അപ്പൊ ഒരു വീടിന്റെ നാഥൻ ആരാ? നായകൻ ആരാ? യേശു. അതിന് താഴെ ആ വീട്ടിലാരാ? ഭർത്താവ്. അതിന് താഴെ ഭാര്യ. അതിന് താഴെ പിള്ളേര്. നമ്മളൊക്കെ ഏറ്റവും താഴെയാ. ഒരു സ്വതന്ത്രം പറഞ്ഞേ. കഴിഞ്ഞ മാസം 30 ദിവസം ഉണ്ടായിരുന്നെങ്കിൽ 28 ദിവസവും ഞാൻ മീറ്റിങ്ങിന് ഓടി നടന്ന ആളാണ്. 28 എടുത്ത് പോകുന്നു, പ്രസംഗിക്കുന്നു, പ്രവചിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, രോഗങ്ങൾക്ക് വേണ്ടി 28 ദിവസവും ഞാൻ മിനിസ്റ്റർ ചെയ്ത ആളാണ്. പക്ഷെ എൻ്റെ അപ്പനുണ്ടല്ലോ, എൻ്റെ സ്വന്തം അപ്പൻ, പുള്ളി അത്ര യോഗത്തിനൊന്നും പോയിട്ടില്ല. പുള്ളി അങ്ങനെ അത്ര യോഗത്തിന് പോകുന്ന വലിയ താല്പര്യമില്ലാത്ത ആളാണ്. സ്തോത്രം. കാര്യം പുള്ളിയുടെ കൺസെപ്റ്റ് അനുസരിച്ച് അകത്തുള്ളവരോട് പറയുന്നതിനേക്കാൾ പുറത്തുള്ളവരോട് പറയാനാണ് പുള്ളിക്ക് കുറേ കൂടി ഇഷ്ടം. പരസ്യയോഗവും ട്രാക്സ് ഡിസ്ട്രിബ്യൂഷൻ, അതാണ് പുള്ളിക്ക് കുറേ കൂടി ഇഷ്ടം. എങ്കിലും കഷ്ടിച്ച് 7-8 മീറ്റിങ്ങിന് കഴിഞ്ഞ മാസം എൻ്റെ അപ്പം പോയി. പക്ഷെ ആ സ്ഥാനത്ത് ഞാൻ 28 യോഗത്തിന് എന്ത് ചെയ്തു? പോയി പ്രസംഗിച്ചു. അപ്പൊ അപ്പനേക്കാൾ ശുശ്രൂഷിച്ചത് എൻ്റെ വീട്ടിലാരാ? ഞാനാ. പക്ഷെ നിങ്ങൾക്കൊരു രഹസ്യം അറിയാമോ? വീട്ടിൽ ചെന്ന ആ പുള്ളിയുടെ കീഴല്ല ഞാൻ. ഒരു സ്തോത്രം പറഞ്ഞേ. ഇതൊരു വീടിൻ്റെ ഓർഡർ. സ്തോത്രം. ഈ ഓർഡറിൽ പോകാത്ത ഒരു വീടും അനുഗ്രഹിക്കപ്പെടത്തില്ല. സ്തോത്രം. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, കലയപുരം സെൻറ്ററിൽ ഒരു ദേവദാസൻ്റെ വീട്ടിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോയിരിക്കുക. സ്തോത്രം. അഡ്രസ് ഒന്നും തപ്പിപ്പോവല്ലേ, നമുക്ക് അങ്ങനെ ഒരു കൊച്ചു പ്രശ്നമുണ്ട്. സ്തോത്രം. കലയപുരം സെൻറ്ററിൽ ഒരു ദേവദാസൻ്റെ വീട്ടിൽ ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയിരിക്കുക. അപ്പോൾ വീട്ടിൽ ആ ദൈവദാസൻ എന്ന് പറഞ്ഞാൽ നല്ല പ്രായമുണ്ട് പുള്ളിക്ക്. സ്തോത്രം. അദ്ദേഹത്തിൻ്റെ വൈഫ് അമ്മച്ചി നല്ല പ്രായമുണ്ട്. സ്തോത്രം. ഇവർ രണ്ടുപേരും മാത്രമേ ആ വീട്ടിലുണ്ട്. ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ ഈ അമ്മച്ചി കോഫി ഉണ്ടാക്കാൻ വേണ്ടി കിച്ചണിൽ ഓടിക്കയറി. പിന്നെ അപ്പച്ചൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ അമ്മച്ചും കൂടെ വന്നാലേ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. അപ്പം സമയമുണ്ട്. ഞാൻ ഈ സമയം കളയണ്ടെന്നുള്ളൊരു ചിന്തയിൽ ഈ അപ്പച്ചനോട് വിശേഷങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അപ്പച്ച എന്നോണ്ട് വിശേഷം? പുള്ളി പറഞ്ഞ് സന്തോഷമായിരിക്കുന്നു മക്കളെ, സന്തോഷമായിരിക്കുന്നു. ഞാൻ ചോദിച്ചു എത്ര മക്കളാ? 3 പേരാ പാസ്റ്റേ. ഞാൻ ചോദിച്ചു മൂത്തയാള്? 3 പേരുടെയും കല്യാണം കഴിഞ്ഞു പാസ്റ്റേ. ഞാൻ ചോദിച്ചു മൂത്തയാളുടെ കല്യാണം എന്നാ കഴിഞ്ഞ്? എനിക്ക് അതൊന്നും അറിയേണ്ട ഒരു ആവശ്യമില്ല, പക്ഷെ കോഫി ഉണ്ടാക്കിക്കൊണ്ട് വരാൻ സമയം എടുക്കും, എന്തെങ്കിലുമൊക്കെ ചോദിക്കണ്ടേ. സ്തോത്രം. മൂത്തയാളുടെ കല്യാണം എന്നാ കഴിഞ്ഞേ? അപ്പം അപ്പച്ചൻ പറഞ്ഞു മൂത്തയാളുടെ കല്യാണം കഴിഞ്ഞത് ആലോചിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി, മെമ്മറിയൊക്കെ ലോ ആയി തുടങ്ങി. ഇത്ര വർഷമായില്ലേ? അപ്പച്ചൻ പറഞ്ഞു മൂത്തയാൾ. ഞാൻ പറഞ്ഞാൽ സാരമില്ല അപ്പച്ച, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. സ്തോത്രം. അല്ല പാസ്റ്ററെ, മൂത്തയാളുടെ കല്യാണം കഴിഞ്ഞത്? ഞാൻ പറഞ്ഞു അപ്പച്ച അത് വീട്, സാരമില്ല, ഞാൻ ചുമ്മാ ചോദിച്ചത്. പാസ്റ്റർ ശല്യപ്പെടുത്താതെ, ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. മൂത്തയാളുടെ കല്യാണം കഴിഞ്ഞത്? ഞാൻ ചിന്തിച്ചു മെനക്കേടായല്ലോ, ചോദിക്കാൻ വേണ്ടായിരുന്നു. സ്തോത്രം. കുറേ നേരത്തെ ആലോചനയ്ക്ക് ശേഷം പുള്ളി എന്നോട് പറഞ്ഞു മൂത്തയാളുടെ കല്യാണം കഴിഞ്ഞത് 2002 പാസ്റ്റർ. സ്തോത്രം. 2002. ഇതങ്ങോട്ട് കേൾക്കുക. അതുവരെ കിച്ചണെ ജോലി ചെയ്തുകൊണ്ടിരുന്ന അമ്മച്ചി ഒരു പുലി ചാടി വീഴുന്ന കണക്ക് ഹോളെ ചാടി വീണിട്ട് പറഞ്ഞു, എടോ മനുഷ്യ, നിങ്ങൾ എന്നാ മനുഷ്യ പറയുന്നത്? കൊച്ചിന്റെ കല്യാണം കഴിഞ്ഞത് 2002 കൊച്ചിന്റെ കല്യാണം കഴിഞ്ഞത് 2004 മനുഷ്യ. അല്ലേലും ഈ മനുഷ്യന് ഓരോർമ്മയില്ല പാസ്റ്റേ. ഇനി എന്തെങ്കിലും അറിയണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ. സിസ്റ്റം പൊളിഞ്ഞു. ഒരു സ്വതന്ത്രം പറഞ്ഞേ. ഇനി ആ വീട്ടിൽ 40 എന്നല്ല 400 ദിവസം ഇനി ആ വീട്ടിൽ ഉച്ചും കുത്തി നിന്ന് പ്രാർത്ഥിച്ചാലും ഒന്നും നടക്കത്തില്ല. കാര്യം എന്താ പറയുക? സിസ്റ്റം പൊളിഞ്ഞ് നടക്കുന്ന വീടാ. ഒരു പ്രായമുള്ള ദൈവദാസനോട് വളരെ തന്മയത്വത്തോടെ, വളരെ മിതമായ ഭാഷയിൽ അദ്ദേഹത്തോട് ഞാൻ വിശേഷം പങ്കുവെക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായത്തിനെ പോലും ബഹുമാനിക്കാതെ അദ്ദേഹത്തിന് താഴെ ആ വീട്ടിലുള്ള സഹോദരി ചാടിക്കുത്തി വീണ് മനുഷ്യ കിടക്കുന്ന വീടാ. സ്തോത്രം. ഇന്ന് രാവിലെ ഞാൻ പറയാം, നിങ്ങളുടെ വീടിന്റെ ക്രമം നല്ലതാണെങ്കിൽ മാത്രം ഈ ഉപവാസ പ്രാർത്ഥന നമുക്ക് ഫലിക്കും. സ്തോത്രമൊക്കെ ടാക്സി വിളിച്ച് വീട്ടിൽ പോയാണ്ടാച്ചാ ഒരു സ്തോത്രം പറഞ്ഞേ.
അതുകൊണ്ടാണ് പറഞ്ഞ ഇല വിരിക്കുകയാണ്. എന്തോ ചെയ്യാൻ പറ്റും? സ്തോത്രം. എൻ്റെ ഒരു കൊച്ചു ചോദ്യം അമ്മമാരെ, 9 മാസം യേശുവിനെ ഉദരത്തിൽ കൊണ്ടു നടന്നതാരാ? മറിയ. പ്രസവവേദന എടുത്തതാരാ? മറിയ. കൃപയുള്ളതാർക്കാ മമ്മിമാരെ? കൃപ ലഭിച്ചവളെ നിനക്ക്. അപ്പം കൃപയുള്ളതാർക്കാ? മറിയയ്ക്ക്. ഒന്ന് ഈ കൃപയുള്ളത് മറിയയ്ക്കാണ്, പ്രസവവേദന എടുത്തത് മറിയയാണ്, യേശുവിനെ 9 മാസം കൊണ്ടു നടന്നതെല്ലാം മറിയ. പക്ഷെ നിങ്ങൾക്ക് രഹസ്യം അറിയാമോ? യേശു ആ വീട്ടിൽ ജനിച്ചതിന് ശേഷം ഇപ്പൊ ആ വീട്ടിൽ കൊച്ചായേ. ഇപ്പൊ ഈ വീടിന്റെ ക്രമം എങ്ങനെയാണെന്നറിയാമോ? അപ്പൻ, അമ്മ, കൊച്ച്. ഇപ്പൊ യേശുവിനെ കുറിച്ചുള്ള സകല കാര്യങ്ങളും പിതാവ് ഇടപെടുന്നത് ആരോടാണെന്നറിയാവോ? യേശുവിനെ കുറിച്ചുള്ള സകല കാര്യങ്ങളും ഇപ്പൊ പിതാവ് ഇടപെടുന്നത് യോസേഫിനോടാ. അതെന്താ? കൃപ മറിയയ്ക്കല്ലേ? 9 മാസം കൊണ്ടുവന്ന് മറിയല്ലേ? അതൊക്കെ ശരിയാ. ഇപ്പൊ വീട്ടിൽ കൊച്ചായപ്പോ അപ്പൻ, അമ്മ, കൊച്ച്. ഇപ്പൊ അപ്പനോടെ ദൈവം സംസാരിക്കത്തുള്ളൂ. അപ്പൻ പറയുമ്പോഴേ അമ്മ അറിയുന്നേ. അമ്മ അറിഞ്ഞാലേ കൊച്ചറിയത്തുള്ളൂ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എൻ്റെ കൊച്ചു ചോദ്യം ആവർത്തിക്കുക. കൃപയുള്ളത് മറിയ വീട് നിങ്ങളാന്ന് പറ. ഒന്ന് പറഞ്ഞ് രണ്ടാമത് കൈയടിക്കുന്ന ആരാ? അഭിമാനത്തോടെ പറ, നിങ്ങളാന്ന് പറ. എല്ലാ മീറ്റിങ്ങിനും വരുന്ന ആരാ? നിങ്ങളാണ്. ഇന്നത്തെ മീറ്റിങ്ങിൽ തന്നെ നോക്ക്, ഇവരെക്കാൾ കൂടുതൽ ആരാ? നിങ്ങളാ. ഇപ്പൊ സ്വോത്രം പറയാൻ ശക്തി ഉള്ളതെല്ലാം നിങ്ങൾക്കാ. നിങ്ങളില്ലെങ്കിൽ യോഗം ഇല്ലെന്ന ഏതോ അപ്പച്ചൻ പ്രസംഗിച്ച ഒരു സ്വോത്രം പറഞ്ഞേ. അതുകൊണ്ടാണ് അത്രയും ഫറവോന്റെ കാലത്ത് ഇങ്ങനെ മോശയുടെ കാലത്തൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞത് പോയി യോഗം കഴിച്ചേച്ചും തിരിച്ചു വരാന്ന് പറഞ്ഞപ്പോൾ ഫറവോൻ പറഞ്ഞത് അച്ചായന്മാരെല്ലാം കൂടെ പോയിട്ട് വരാൻ. സ്തോത്രം. ഫറവോൻ അറിയാം ഇവർ പോയില്ല, യോഗം എന്ത് ചെയ്യല്ല. മോശ പറഞ്ഞു ചുമ്മാ ദാക്ഷണില്ലാത്ത പറച്ചിൽ പറയാതെ അച്ചായന്മാരെ കൊണ്ട് അവരെല്ലാം ഗ്രഹിക്കത്തേ ഉള്ളൂ. സ്തോത്രം പാസ്റ്റർ, ഗ്ലോറി ടു ഗോഡ്. മഹത്വം എല്ലാം ഇങ്ങനെ ഗ്രഹിക്കത്തേ ഉള്ളൂ. പക്ഷെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളം എന്ന് പറഞ്ഞാൽ കൈയടിച്ച് വീഞ്ഞാക്കാൻ നിങ്ങൾ വേണം. ഒരു സ്വോത്രം പറഞ്ഞേ. അപ്പോൾ സ്വോത്രം പറയാൻ കൃപയാർക്കാ? നിങ്ങൾക്കാ. സ്വോത്രം. പക്ഷേ വീട്ടിൽ ചെന്നാൽ ഇവരുടെ കീഴയിലാണ് നിങ്ങൾ. ഈ ക്രമത്തിൽ പോകാത്ത ഒരു വീടും അനുഗ്രഹിക്കപ്പെടില്ല. അതെന്താന്ന് ചോദിച്ചാൽ ബൈബിളിന്റെ വ്യവസ്ഥ അങ്ങനെ ആയിപ്പോയി. സ്തോത്രം. ഇവിടെ നമ്മൾ ഓക്കെ, ഇവിടെ എല്ലാം ദൈവത്തിന് എല്ലാവരും ഒരുപോലെ. സ്തോത്രം. അപ്പൊ നമ്മൾ ചോദിക്കും പാസ്റ്റർ എന്നായി പറയുന്നത്? നമ്മളൊക്കെ മഹാപുരോഹിതന്മാരല്ലേ പാസ്റ്ററെ? നമ്മളെല്ലാവരും യേശുവിന്റെ മക്കളല്ലേ? അങ്ങനെ നിങ്ങൾ ഞങ്ങളെന്നൊക്കെ ഉണ്ടോ? ഇല്ല. നമ്മളെല്ലാം മഹാപുരോഹിതന്മാരാ, നമ്മളെല്ലാം കർത്താവിന്റെ മക്കളാണ്. പക്ഷെ സഭയ്ക്കകത്തിരിക്കുമ്പോൾ ക്രമം ഇതാ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇത് തെളിയിക്കാനായിട്ട് ബൈബിളിനകത്ത് ഒരു വാക്യമുണ്ട് കേട്ടോ. വെളിപ്പാട് പുസ്തകം 1:1 വാക്യം. വെളിപ്പാട് പുസ്തകം 1:1 വാക്യം. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളതും തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. ആർക്ക് കൊടുത്തു? അവൻ അത് തന്റെ എന്റെ ആന്റി, എന്റെ മെസ്സേജിനാ സാധാരണ സ്പീഡ് എന്നാൽ എല്ലാവരും പൊതുവെ പരാതി പറയുന്നത്. ഞാനിവിടെ പൊതുവിന്റെ എല്ലാ ശൈലിയും പൊളിച്ചുകൊണ്ട് ശാന്തമായിട്ട് നിൽക്കുന്നത്. പാൻറ്റി വേഗത്തിൽ പോകാതെ. ഇത് യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. വേഗത്തിൽ സംഭവിക്കാനുള്ളതാണ്. യോഹന്നാൻ ഉണ്ടായ വെളിപ്പാടാണ്. ഇനി നിങ്ങൾ ഇതിന് മറുപടി പറയണേ. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. ആർക്ക് കൊടുത്തു? പറ മക്കളെ, ആർക്ക് കൊടുത്തു? എന്തേലും പറയുന്നത്. എന്തായാലും നല്ല മറുപടി ആണെങ്കിൽ പോലും ഒരു മുട്ടായി മേടിച്ചു പോലും എൻ്റെ കൈ തരാനില്ല. ആർക്ക് കൊടുത്തു ആൻറ്റി? യോഹന്നാന് കൊടുത്തു എന്ന് പറഞ്ഞവരൊക്കെ വൈകിട്ട് വരുമ്പോൾ ഒരു 10 ടെമ്പോസിഷൻ എഴുതി കൊണ്ടുവരണം കേട്ടോ. യോഹന്നാന് കൊടുത്തെന്നല്ല, ദൈവം അത് അവന് കൊടുത്തു. ആർക്ക് കൊടുത്തു? യേശുവിന് കൊടുത്തു. ഇനി ആ വാക്യം നമുക്ക് അങ്ങനെ വായിക്കണം. അവനെന്നുള്ള സ്ഥാനത്ത് യേശു എന്ന് വായിച്ചോ. ഒന്നേന്ന് വായിച്ചു തുടയ്ക്കൂ. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളതും തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് യേശുവിന് കൊടുത്തു. യേശു അതാർക്ക് കൊടുത്തു? യേശു അതാർക്ക് കൊടുത്തു? ദൂതന് കൊടുത്തു. ദൂതൻ അതാർക്ക് കൊടുത്തു? ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാന് കൊടുത്തു. യോഹന്നാൻ അതാർക്ക് കൊടുത്തു? അങ്ങനെ ഇപ്പൊ എല്ലാം ഞങ്ങളോട് ചോദിക്കാനാണെങ്കിൽ പാസ്റ്ററെ കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഒന്നേന്ന് തുടങ്ങാം. 1, യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ളതും തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് പിതാവായ ദൈവം അത് ആർക്ക് കൊടുത്തു? യേശുവിന് കൊടുത്തു. ആണോ? ഇപ്പോഴാണ് നിങ്ങൾ ചേർന്ന് വന്നു തുടങ്ങിയ. പക്ഷെ അപ്പോഴത്തേക്ക് ആശീർവാദത്തിന്റെ സമയമായി. സ്തോത്രം. യേശു അത് ആർക്ക് കൊടുത്തു? ദൂതന് കൊടുത്തു. ദൂതൻ അത് ആർക്ക് കൊടുത്തു? യോഹന്നാന് കൊടുത്തു. യോഹന്നാനാണ് ആര്? സഭയുടെ പാസ്റ്റർ. ഇനി ആ പാസ്റ്റർ അത് ആർക്ക് കൊടുക്കുന്നേ? സഭയ്ക്ക് കൊടുക്കുന്നേ. എൻ്റെ ചോദ്യം, നമ്മളൊക്കെ മഹാപുരോഹിതന്മാരല്ലേ? പിതാവിനെ അങ്ങ് നേരിട്ട് തന്നാ പോരെ ഈ സാധനം? പറ്റത്തില്ല. സഭയിലിരിക്കുമ്പോൾ ഇതിന്റെ ക്രമം ഇതാ. അല്ല പിന്നെ കൊള്ളാം. ഈ ഒറ്റയാന കളിക്കണം. ഒറ്റയാന എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഞങ്ങൾ ഒരു സഭയിലില്ല പാസ്റ്ററെ. ഞങ്ങൾ ഒരു സഭയില്ല. IPC 3 വർഷം, ഷാരോണി 5 വർഷം, ഇൻഡിപെൻഡന്റിൽ പോയി 3 വർഷം, അപ്പുറത്ത് പോയി 2 വർഷം. ഇങ്ങനെ വട്ടമിട്ട് കറങ്ങുന്നവർ ഒത്തിരി പേരുണ്ട്. ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കൊട്ടാരക്കര വന്ന് ഇഷ്ടം പോലെ കാണിച്ചു തരാം. സ്തോത്രം. അവരൊരു ചർച്ചിന്റെ ഭാഗമല്ല. അവരവിടെയും പോകും, ഇവിടെയും പോകും, അപ്പുറത്ത് പോകും, എല്ലായിടത്തും ഇങ്ങനെ വട്ടം കറങ്ങി നടക്കുന്നവരാ. സ്തോത്രം. അവർക്കിത് ബാധകമല്ല. കാരണം അവർ ഒരു സഭയുടെ മെമ്പർഷിപ്പ്. കഴിഞ്ഞ ദിവസം ആരോടും ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒന്നുമില്ല പാസ്റ്ററെ, ഞാനും എൻ്റെ കർത്താവും മാത്രം. പ്രശ്നമാണ്. വീഴാൻ പിന്നെ വേറെങ്ങും പോകണ്ട. ആരുടെങ്കിലൊക്കെ കീഴെ നമ്മൾ ഒതുങ്ങിയിരിക്കണം കേട്ടോ.
ഞാനൊരു സഭയുടെ പാസ്റ്റർ കേട്ടോ, അപ്പം തന്നെ എനിക്കൊരു പാസ്റ്റർ ഉണ്ടല്ലോ. ഉണ്ടോ? എനിക്കൊരു സ്പിരിച്വൽ മെന്റർ ഇല്ലേ? ഉണ്ട്. ആ പുള്ളിയുടെ കീഴേലാണ് ഞാൻ. ഒരു സ്വതന്ത്രം പറഞ്ഞേ. പക്ഷെ എൻ്റെ കീഴെ കുറേ എണ്ണം ഉണ്ട്. ഒരു സ്വതന്ത്രം പറഞ്ഞേ. ഇതൊരു ക്രമമാണ്. കർത്താവിൻ്റെ ദാസൻ ബിന്നി പാസ്റ്ററാണ് എൻ്റെ സ്പിരിച്വൽ മെന്ററിൽ പ്രധാനമായിട്ട് നിൽക്കുന്ന ഒരു ദൈവദാസൻ. 2 പേരുണ്ട്. കർത്താവിൻ്റെ ദാസൻ ബിന്നി പാസ്റ്ററിൻ്റെ അണ്ടറിലാണ് പ്രധാനമായിട്ടും ഞാൻ ആത്മീയ ശുശ്രൂഷകൾ കൂടുതലും പഠിച്ചതും എടുത്തതും പോയതും ഒക്കെ ബിന്നി പാസ്റ്ററിൻ്റെ എൻ്റെ സ്പിരിച്വൽ മെന്റർ ബിന്നി പാസ്റ്റർ. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ദൈവദാസനെ. ഇവിടെ വരുമ്പോൾ ചുമ്മാ നിങ്ങൾ വരുന്നുണ്ടല്ലോ അടുത്ത ദിവസം, ചുമ്മാ ചോദിച്ചു നോക്കിയാൽ അത് ഇതൊക്കെ ശരിയാണോ എന്ന്. സ്തോത്രം. അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ മാർക്ക് വെട്ടി കുറയ്ക്കണം കേട്ടോ. സ്തോത്രം. എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ ഫേസ്ബുക്കിനകത്തൊരു ഫോട്ടോ ഇട്ടു. സ്തോത്രം. പ്രഗ്നൻ്റ് ആണെന്ന് അറിയിച്ചുകൊണ്ടൊരു ഫോട്ടോ ഇട്ടു. നമ്മുടെ സന്തോഷമല്ലേ, പ്രഗ്നൻ്റ് ആണെന്ന് അറിയിച്ചുകൊണ്ടൊരു ഫോട്ടോ ഇട്ടു. ഇട്ടത് വൈകിട്ട് 6:30. 8:15 ബിന്നി പാസ്റ്റർ എന്നെ വിളിച്ചു. ആദ്യത്തെ ചോദ്യം, നീ ഫോട്ടോ ഇട്ടോ? ഞാനല്ലേ നിങ്ങൾക്ക് പാസ്റ്റർ, പുള്ളിക്ക് ഞാൻ പാസ്റ്റർ അല്ലല്ലോ, മോനല്ലേ. ഒരു സ്വതന്ത്രം പറഞ്ഞേ. അതുകൊണ്ട് ചോദ്യത്തിന്റെ രൂക്ഷതൊക്കെ ശ്രദ്ധേയമാണ്. നീ ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ടോ? ഞാൻ പറഞ്ഞു ഇട്ടച്ച. എന്ത് ഫോട്ടോ? ഞാൻ പറഞ്ഞു അതിങ്ങനെ വൈഫ് പ്രഗ്നൻ്റ് ആണെന്ന് അറിയിച്ചുകൊണ്ടൊരു ഫോട്ടോ. മര്യാദയ്ക്ക് ഡിലീറ്റ് ചെയ്തോണം. വേണമെങ്കിൽ എനിക്ക് ചോദിക്കാം, നിങ്ങൾ ആരാടാ ചോദിക്കാൻ? എൻ്റെ ഭാര്യയല്ലേ, എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടല്ലേ, ഞാനല്ലേ ഇട്ടത്, നിങ്ങൾ ആരാ ചോദിക്കാം? വേണമെങ്കിൽ എനിക്ക് ചോദിക്കാം. പക്ഷെ അത് മാനേഴ്സ് അല്ല. ചോദ്യം അല്ല, അവിടെ ഇങ്ങോട്ടുള്ള വാക്കുകൾ മര്യാദയ്ക്ക് ഡിലീറ്റ് ചെയ്തോണം. വേണമെങ്കിൽ എനിക്ക് പലതും ചോദിക്കാം, പക്ഷെ ഞാൻ ഒന്നും ചോദിച്ചില്ല. കാരണം ചോദിച്ചില്ല, ഒന്നും ചോദിച്ചില്ല. ആ ഫോൺ കട്ട് ചെയ്തു, ആദ്യം അക്കൗണ്ട് എടുത്തു, ഫോട്ടോ ഡിലീറ്റ് ചെയ്തു. എന്താണെന്ന് ചോദിച്ചാൽ ആ പുള്ളിയുടെ കീഴേല ഞാൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അതിൻ്റെ പേരാണ് അനുസരണം എന്ന് പറയുന്നത്. സ്തോത്രം. അച്ഛൊരു ഗുണമുണ്ടായി. അടുത്ത 1.5 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്തത് നന്നായി എന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. അതൊരു സാക്ഷ്യമാണ്. അതിപ്പോൾ ഇവിടെ പറയുന്ന സമയം പോകും. സ്തോത്രം. അതനുസരിച്ച് നന്നായി എന്ന് മനസ്സിലായി. ഇല്ലെങ്കിൽ പലതും പലയിടത്തും ബാധിച്ചേനെ. സ്തോത്രം. ചിലപ്പം നിങ്ങളുടെ ആത്മീയ പിതാക്കന്മാർ നിങ്ങളോട് പറഞ്ഞു പഠിപ്പിക്കുന്ന നല്ലതിനാ. സ്തോത്രം. ചിലപ്പോഴെന്നല്ല, മിക്കവാറും. പോകല്ല മാമേ, ഇപ്പം പോകല്ലേ, ഇപ്പം യോഗത്തിൽ വരണേ, അന്ന് വൈകിട്ടത്തെ യോഗത്തിൽ എന്തായാലും വന്നേക്കണേ എന്നൊക്കെ ചില കേസുകളിൽ നിർബന്ധിച്ച് പറയത്തില്ലേ? ആ തീരുമാനം ഇപ്പം എടുക്കണേ എന്നൊക്കെ നിർബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ പറയും നിങ്ങളാരാ മനുഷ്യ എന്ന് വേണമെങ്കിൽ നമുക്ക് തർക്കിക്കാം. പക്ഷെ അതിനകത്തൊന്ന് വിധേയപ്പെടാമെങ്കിൽ അതൊരു ബ്ലെസ്സിങ് ആയിരിക്കും. ഇതൊരു ക്രമമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ടാണ് ഞങ്ങളുടെ സുനിപ്പാസിന്റെ ഭാഷയെ പറഞ്ഞ സത്യത്തിൽ ഈ കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടുന്ന മണ്ണെണ്ണ ലുലുമാളിൽ പോയാൽ അമ്മമാർ തരികയില്ല. ഒരു സ്വതന്ത്രം പറഞ്ഞേ. ഇല്ല, തരത്തില്ല. മണ്ണെണ്ണ വേണോ? മണ്ണെണ്ണ വേണമെങ്കിൽ എവിടെ പോകണം? എവിടുന്നാ വരുന്നത് ഈ സാധനം? കേന്ദ്ര സർക്കാരിൽ നിന്നാ വരുന്നേ. പക്ഷേ നിങ്ങൾ വണ്ടിക്കൂലി മുടക്കി ഡൽഹി പോയിട്ട് മണ്ണെണ്ണ സാറേ എന്ന് പറഞ്ഞാൽ അമ്മമാർ തരികയില്ല. അത് റേഷൻ കടയിൽ പോയി ക്യൂ നിൽക്കാൻ പറയും. റേഷൻ കട കാണാൻ കൊള്ളാവോ? സൗന്ദര്യമുണ്ടോ റേഷൻ കടയ്ക്ക്? ക്യൂ നിൽക്കാൻ രസമാണോ? പക്ഷെ മണ്ണെണ്ണ വേണോ? എവിടെ പോയി സൈലന്റ് ആയിട്ട് നിൽക്കണം? ആണോ? ഇത് ലോകത്തിന്റെ ക്രമമാണ്. കേന്ദ്ര സർക്കാരിൽ നിന്ന് വരുന്ന സാധനം ലോക്കൽ റേഷൻ കടയിൽ എത്തുന്നത് പോലെ. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തതെന്നാൽ, ഞാൻ പ്രാപിച്ചാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തോളോ? കിട്ടത്തോളോ? ഇതാണ് ഒരു സഭയുടെ ക്രമം. പിണക്കമില്ലാതൊരു സ്തോത്രം പറഞ്ഞാട്ടെ. 3-4 പേർക്ക് പിണക്കൊണ്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഇതാണ് ഒരു സഭയുടെ ക്രമം. ഇവിടെ പൗലോസ് പറയുന്ന അടുത്ത പദം കേൾക്കണേ. ഒടുവിൽ സഹോദരന്മാരെ, ഇനി നിങ്ങൾക്ക് ദൈവപ്രസാദം വേണം. 5 ജയം മാത്രം പോരാ, ദൈവപ്രസാദം വേണം. ദൈവപ്രസാദം ലഭിക്കണമെങ്കിൽ നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചു. ഇനി അടുത്ത പദമാണ് ഈ സഭയുടെ പ്രാരംഭത്തിന്റെ ദിവസം ദൈവാത്മാവിനെ പറയാൻ ഏൽപ്പിച്ചത്. ഇതെല്ലാം ബേസായിട്ട് കിടന്നുകൊണ്ട് അടുത്ത ഭാഗത്തിലേക്ക് വന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഈ ദൈവപ്രസാദം ലഭിക്കണമെങ്കിൽ നിങ്ങൾ നടക്കേണ്ടത് ഞങ്ങളെന്ന് ഗ്രഹിച്ചു. ഇനി അടുത്ത പദം എല്ലാവരും കൂടെ ചേർന്ന് വായിക്കണമേ. നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ. ചേർന്ന് വായിച്ചേ. നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ. എല്ലാവരും വായിച്ചില്ലല്ലോ, ഒരുമിച്ച് വായിച്ചേ. നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ബിനിൽ പാസ്റ്റർ ഈ മീറ്റിംഗ് വിളിച്ചു പറഞ്ഞ് ഡേറ്റ് തന്ന സമയം മുതൽ എന്മേൽ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലും എസ്പെഷ്യലി എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിലും പല പ്രാവശ്യങ്ങൾ ഈ മീറ്റിങ്ങിനോർത്ത് സ്തോത്രം പറഞ്ഞപ്പോൾ ഒത്തിരി ചിന്തകൾ മനസ്സിനകത്തൂടെ കയറി ഇറങ്ങി വന്നെങ്കിൽ പോലും ആമേ സ്തോത്രം, എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെയാണ് ഈ വിഷയം കൊണ്ടുപോകേണ്ടതൊക്കെ പല പ്രാവശ്യം പ്രാർത്ഥിച്ചെങ്കിലും വലിയ കൺഫോർമേഷൻ ഒന്നും കിട്ടിയില്ല. പക്ഷേ കർത്താവിൻ്റെ ദാസൻ ഞങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്ന ഈ കൊച്ചു റൂമിനകത്ത് ഇന്ന് രാവിലെ ഇച്ചിരി നേരം ഒന്ന് സ്തോത്രം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞടാ, വേറെ ഒന്നും പറയണ്ട, ഇപ്പൊ തക്കാലം ഈ പ്രാരംഭ സെക്ഷൻ അവരോട് പറ, ഈ അഭിഷേകം പോരാ, ഇനിയും നിങ്ങളൊന്ന് വർദ്ധിച്ചു വരികയാണ്. സ്തോത്രം. ആകയാൽ ഈ ഫാസ്റ്റിങ്ങിന്റെ 1ാമത്തെ പകൽക്കാലം ദൈവാത്മാവ് എനിക്ക് തന്ന നിയോഗത്തിൽ ചിലരെ നോക്കി ഞാൻ പറയാം, ഈ കൃപയല്ല, നമ്മൾ ഇതിനകത്തൊന്ന് വർദ്ധിച്ചു വരികാൻ പോവുക. ഈ ദൈവ സാന്നിധ്യമല്ല, ഇതിനകത്ത് കുറേയും കൂടെ നമ്മളൊന്ന് കയറി വരാൻ പോവുക. ആരോ ഇന്ന് പകലത്തെ മീറ്റിങ്ങിനകത്ത് മനസ്സിന്
മനസ്സിനകത്ത് പ്രാർത്ഥിച്ചു പറയുന്നുണ്ട്, 21 കഴിയുമ്പോൾ എൻ്റെ ഭൗതിക വിഷയത്തിനകത്ത് ഒന്നും നടന്നില്ലേലും എനിക്ക് ആത്മാവിനകത്തൊന്ന് കയറി വരേണോ. പൗലോസ് പറയുന്നു, ഈ നടത്തം പോരാ, ഇതിനകത്തൊന്ന് വർദ്ധിച്ചു വരികയാണ്. ഇന്ന് രാവിലത്തെ മീറ്റിങ്ങിനകത്തിരിക്കുന്ന എത്ര ദൈവത്തിന്റെ മക്കൾ ആത്മാവിൽ ദൈവത്തോട് പറയൂ, എനിക്ക് ഈ അന്യഭാഷ പോരാ, എനിക്ക് ഇതിനകത്തൊന്ന് വർദ്ധിച്ചു വരികയാണോ. എനിക്ക് ഈ ദൈവശക്തി പോരാ, എനിക്ക് കൃപയ്ക്കകത്തൊന്ന് കയറി വരണോ. എൻ്റെ അകത്ത് ഈ ദൈവ സാന്നിധ്യത്തിന്റെ ശക്തിയും കൃപയും പോരാ, എനിക്ക് ഇതിനകത്തൊന്ന് വർദ്ധിച്ചു വരികയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ഈ രാവിലെ ഞാൻ ഉറപ്പിച്ചു പറയാം, ഈ 2025 അഭിഷേകം കൊണ്ട് ഈ പുതിയ വർഷം നമുക്ക് നിൽക്കാൻ പറ്റുകയില്ലെന്നുള്ളതൊരു യാഥാർത്ഥ്യമാ. അതുകൊണ്ട് ഈ മീറ്റിങ്ങിന് പേരിട്ടിരിക്കുന്നത് പോലെ ഇതൊരു പുതിയ തുടക്കമായി മാറാൻ വേണ്ടി പഴയ വർഷത്തിന്റെ ദൈവശക്തി പോരാ, നമുക്ക് ഇതിനകത്തൊന്ന് വർദ്ധിച്ചു പെരുകണം. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ഇന്ന് രാവിലെ യോഗത്തിനകത്തുണ്ടെങ്കിൽ പറ, ഈ മീറ്റിംഗ് തീരുന്നതിനേക്കാൾ മുമ്പ് എൻ്റെ അകത്ത് ദൈവകൃപയെ ഞാനൊന്ന് വർദ്ധിപ്പിക്കാൻ പോവുക. ഈ യോഗം പരിസമാപ്തിയിലേക്ക് എത്തിക്കുന്നതിനേക്കാൾ മുമ്പ് എൻ്റെ അകത്തുള്ള ദൈവശക്തിയെ ഞാനൊന്ന് വർദ്ധിപ്പിക്കാൻ പോവുക. പഴയ പ്രാർത്ഥനയുടെ അഭിഷേകത്തെ ഞാൻ കുറേയും കൂടെ ഒന്ന് കയറ്റിക്കൊണ്ടുവരാൻ പോവുക. അരമണിക്കൂറാണ് കഴിഞ്ഞ വർഷം നിങ്ങൾ പ്രാർത്ഥിച്ചതെങ്കിൽ ഈ വർഷം അത് 1 മണിക്കൂറിലേക്ക് നീളുന്ന ദൈവശക്തിയിലേക്ക് കർത്താവ് കാര്യങ്ങളെ കൊണ്ടെത്തിക്കാൻ പോകുന്നെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. വേറൊന്നും പ്രാപിക്കാൻ പറ്റിയില്ലെങ്കിലും ഈ ഉപവാസ പ്രാർത്ഥനകൾ തീരുന്നതിനേക്കാൾ മുമ്പ് ഇപ്പോൾ എൻ്റെ അകത്തുള്ള ദൈവശക്തികൾ എനിക്ക് 1000 മടങ്ങ് ശക്തിക്കകത്തുനിന്ന് കയറ്റണമെന്ന് ആഗ്രഹിക്കുന്നവർ ഉണ്ടെങ്കിൽ അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. ചിലരുടെ മുഖം നോക്കുമ്പോൾ ഞാൻ വിശ്വസിച്ച് ഇന്ന് രാവിലെ പ്രവചിച്ച് പരിശുദ്ധാത്മാവിൽ ദൂത് പറയുകയാണ്, ഈ നടത്തമല്ല കേട്ടോ, അടുത്ത റലത്തിനകത്തേക്ക് സ്വർഗത്തിലെ ദൈവം നമ്മളെ കരം പിടിച്ചു കയറ്റുന്ന ഒരു നല്ല ഉപവാസ പ്രാർത്ഥനയാ. ഈ ഫാസ്റ്റിങ്ങിനെ ദൈവത്തിന്റെ ആത്മാവ് മാറ്റിയില്ലെങ്കിൽ എൻ്റെ ദൈവം അനീതിയുടെ ദൈവമായി പോകും. ഇല്ല, എൻ്റെ ദൈവം അനീതിയുടെ ദൈവമല്ല. ഈ പ്രാർത്ഥനയ്ക്കകത്ത് ഇപ്പോഴുള്ള നടത്തത്തെക്കാൾ കവിയുന്നൊരു നടത്തത്തിന്റെ വർധനവ് എൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി കൈമാറ്റം ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് പറ, യേശുവിന്റെ നാമത്തിനകത്ത് ഞങ്ങൾ വന്നിരിക്കുന്നത് പാടല്ല വാസ്വേ, ഞങ്ങൾ ഈ വന്നിരിക്കുന്നത് വെറുതെ അല്ല. ആമേൻ. ഡ്രൈനസ് മാത്രം വ്യാപരിക്കപ്പെട്ട മണ്ണിന്റെ സ്ഥിതിഗതികളെ പൊട്ടിക്കാൻ ദൈവശക്തിയുടെ നടത്തത്തിന് കഴിയുമെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ചാർജ് തീർന്നൊരു മൊബൈൽ ഫോണിനകത്ത് ചാർജ് കയറ്റുന്നത് പോലെ, ഇന്ധനം തീർന്നൊരു വാഹനത്തിനകത്ത് ഇന്ധനം നിറയ്ക്കുന്നത് പോലെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ റോഡിനകത്തൊരു വാഹനം ഇറക്കുമ്പോൾ അത് ഫസ്റ്റ് ഗിയർ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്ന് പറഞ്ഞ് അതിന്റെ സ്പീഡ് വർദ്ധിക്കുന്നത് പോലെ എനിക്ക് ഈ നടത്തം പോരാ. ഇന്ന് രാവിലെ ആത്മാവിൽ സ്തോത്രം പറയുന്ന ദൈവമക്കളെ നോക്കി ഞാൻ ഈ വാക്യം ആശംസിച്ചു പറയുക, ഒടുവിൽ സഹോദരന്മാരെ, നിനക്ക് ദൈവപ്രസാദം ലഭിപ്പാൻ തക്കവണ്ണോ നിങ്ങൾ നടക്കുന്നുണ്ട് ശരിയാ, പക്ഷെ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ ഇനിയും ഈ സഭയൊന്ന് വർദ്ധിച്ചു വരികയാണ്. മോസ്റ്റ് ഹോളി കമനന്റ് മിനിസ്ട്രിക്ക് നടത്തം പോരാ. ഇന്ന് രാവിലെ ഒത്തിരി നേരം സ്തോത്രം ചൊല്ലുമ്പോ ഞാൻ പറഞ്ഞല്ലോ, 1000 മെസ്സേജ് മനസ്സിനകത്തൂടെ കയറി ഇറങ്ങി പോയെങ്കിലും ദൈവം എന്നോട് പറഞ്ഞു, ഇങ്ങനെ അവരെ പറഞ്ഞ് പഠിപ്പിക്ക്, ഇങ്ങനെ അവരോട് പ്രാരംഭ ദിവസം പറ, ഈ ദൈവശക്തി പോരെന്ന് പറ. 2025 പിശാചിന്റെ തന്ത്രമല്ല 2026 അതുകൊണ്ട് ഇതിനെ ഒന്ന് പൊട്ടിക്കാൻ, ഇതിനെ ഒന്ന് തകർക്കാൻ, ഇതിനെ ഒന്ന് ഉടച്ചു കളയാൻ ഈ വർഷം എനിക്ക് പുതിയ ദൈവശക്തി വേണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ മക്കളുണ്ടെങ്കിൽ ഉറപ്പിച്ച് ഇന്ന് രാവിലത്തെ മെസ്സേജിന് ഞാൻ ഹെഡിങ് ഇടാം, ഇതൊരു വർധനവിന്റെ പകലാക്കി സ്വർഗം മാറ്റൂ. നിങ്ങൾ ഈ നടക്കുന്ന നടത്തത്തെ ദൈവം വർദ്ധിപ്പിക്കും.
ഹസ്തകരാധന എന്റെ അകത്തുള്ള ദൈവശക്തിയെ ഞാൻ വർദ്ധിപ്പിക്കാൻ പോവുക. എന്റെ അകത്തുള്ള അന്യഭാഷയുടെ തലത്തെ ഞാൻ വർദ്ധിപ്പിക്കാൻ പോവുക. എന്റെ അകത്തുള്ള ദൈവ സാന്നിധ്യത്തിന്റെ തീയെ ഞാൻ വർദ്ധിപ്പിക്കാൻ പോവുക. എന്റെ ദൈവ സാന്നിധ്യത്തിന്റെ അഗ്നിയുടെ ശക്തിയെ ഞാൻ വർദ്ധിപ്പിക്കാൻ പോവുക. എന്റെ അകത്തുള്ള ടാലന്റുകളെ ഞാൻ വർദ്ധിപ്പിക്കാൻ പോവുക. എന്റെ തലമുറയുടെ വാഗ്ദത്തങ്ങളെ ഞാൻ വർദ്ധിപ്പിക്കാൻ പോവുക. ഈ നടത്തം പോരാ, ഇതിനെ ഒന്ന് വർദ്ധിപ്പിക്കണം യേശുവിന്റെ നാമത്തിൽ. രക്തം ചെയ്യം, രക്തം ചെയ്യം, രക്തം ചെയ്യം, രക്തം ചെയ്യം, രക്തം ചെയ്യം, രക്തം ചെയ്യം, രക്തം രക്തം ചെയ്യം, രക്തം യേശുവ രക്തം, രക്തം ചെയ്യം, യേശുവ രക്തം, രക്തം യേശുവ രക്തം, രക്തം ചെയ്യം, യേശുവ രക്തം, രക്തം അത് കേവലം രണ്ട് കയ്യടിയായി തീരല്ലേ എന്ന് ഞാൻ അങ്ങ് പ്രാർത്ഥിക്കുക. അത് ചുമ്മാ ഒരു അന്യഭാഷയായി തീരല്ലേ. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏതൊക്കെയോ ചട്ടക്കൂടുകളെ പൊട്ടിച്ച്, ഏതൊക്കെയോ പുറം തോടുകളെ പൊട്ടിച്ച്, ചിലരുടെ ഒരു കോടിക്കുഞ്ഞ് പുറത്തു വരുന്നത് പോലെ അകത്തിരിക്കുന്ന സീഡിനകത്ത് നിന്നും, അകത്തിരിക്കുന്ന വിത്തിനകത്തു നിന്നും ഒരു വാഗ്ദത്തം പുറത്തു ചാടുന്നത് പോലെ സ്വർഗം ചിലരെ പുറത്തു കൊണ്ടുവരുന്ന ഒരു വർധനവിന്റെ പകല യേശുവിന്റെ നാമത്തിൽ. 2025 ഏതൊക്കെയോ വിഷയം നിന്നെ മൂടി വെച്ചെങ്കിൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, ഇതൊരു വർധനവിന്റെ ദിവസമായിരിക്കും. ഈ ഫാസ്റ്റിംഗ് നിന്നെ സംബന്ധിച്ച് നീ കേറി വരുന്നൊരു ദിവസമായിരിക്കും. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കും. എന്റെ വാസിലെ കഴിഞ്ഞ വർഷം കേട്ടത് മാത്രമേ ഉള്ളൂ. എന്നാൽ ദൈവാത്മ പറയുന്നു, ഈ വർഷം കേൾവിയുടെ വർഷമല്ല, ഇതൊരു വർധനവിന്റെ വർഷമായി. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കും. അവന് ഇന്ന് രാവിലെ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ നോക്കി പറയുക, ഈ വർഷം ഞാൻ ശുശ്രൂഷിച്ചിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ ഞാൻ കേറുന്ന വർഷമായിരിക്കും. ഇതിനകത്ത് ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യുന്ന അഭിഷക്തന്മാര് പറ, ഇതിനകത്ത് വർഷിപ്പ് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസന്മാര് പറ, എന്നെ സംബന്ധിച്ച് ഞങ്ങളും ആത്മീയ ശുശ്രൂഷയിൽ ഗ്രോത്ത് പ്രാപിക്കുന്ന ഒരു വർഷമോ. ഓ രക്തം ചെയ്യം, 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 യേശുവിന്റെ രക്തത്താൽ വചനത്താൽ. ഹല്ലേലൂയ. എന്റെ ദൈവദാസനെ ഞാൻ ആ പദം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ ലൈവായിട്ട് പ്രവചിക്കാൻ പറയുന്ന അഭിഷക്തനെ, നമ്മൾ ഇതുവരെ ഇട്ടതൊരു വചനത്തിന്റെ ബേസ് ആണ്. പക്ഷെ അവിടെ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ ലൈവായിട്ട് പ്രവചിക്കാൻ പറയുന്നു. ഈ മീറ്റിംഗിനകത്ത് വരുന്ന പല ദൈവദാസന്മാരും അവിടെ വന്ന് ശുശ്രൂഷിച്ചതിന് ശേഷം 2025 ബ്ലോക്കായ ചില വാതിലുകൾ ദൈവം ഞങ്ങൾക്ക് വേണ്ടി തുറന്നു എന്ന് പറയുന്ന ചില സിൻസിയർ ആയിട്ടുള്ള ടെസ്റ്റ് മണികൾ ഈ സഭ കേൾക്കും. പരിശുദ്ധാത്മ പറയുന്നു, ഈ സ്പോട്ട് ഒരു വർധനവിന്റെ സ്ഥലമാക്കി ദൈവം മാറ്റും. ഏതൊരുത്തൻ ഇതിനകത്ത് കയറി വന്നാലും, അത് അബദ്ധം പറ്റി കയറി വന്നാലും അറിഞ്ഞുകൊണ്ട് കയറി വന്നാലും, ഈ കോമ്പൗണ്ടിനകത്തൊരു വർധനവിന്റെ ദൈവശക്തി വ്യാപരിക്കുന്നത് കൊണ്ട് കയറുന്നവനകത്തെല്ലാം ഒരു ഗ്രോത്തിന്റെ മഹത്വം സംഭവിക്കുന്ന ദൈവ പ്രവൃത്തിയുടെ സ്ഥലത്തോട് ദൈവത്തിന് ഗ്രേസ് അങ്ങനെ ബാക്കി കിടക്കുന്നത് കൊണ്ട് അതൊരു വർധനവിന്റെ ഈ നടത്തം പോരാ. ആത്മീയ അനസതയുള്ളവരെല്ലാം ഇതിനകത്ത് കയറി വരട്ടെ. അങ്ങനെയുള്ളവരെല്ലാം ദൈവം വർദ്ധിപ്പിക്കുന്ന ദിവസങ്ങളാക്കി സ്വർഗം ഇതിനെ മാറ്റും. ഹല്ലേലൂയ. ഞാൻ ഇതിനകത്തിരിക്കുന്ന മമ്മിമാരെ നോക്കി വിശ്വസിച്ച് പറയാം, നിന്റെ കൊച്ചു പ്രാർത്ഥനക്കാരനല്ലേ, ഇതൊരു പ്രവചന ശബ്ദമാണ് കേട്ടോ. ഇങ്ങനെ മുമ്പ് ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല. ഈ സഭയെ നോക്കി ഞാൻ ആദ്യമായിട്ട് പറയാം, നിങ്ങളുടെ കൊച്ചു പ്രാർത്ഥന അല്ല പാസ്റ്ററെ. എന്റെ ഭർത്താവ് വലിയ ആത്മീയത്തിൽ നിൽക്കുന്നവർ, ഒരൊറ്റ
ഒരൊറ്റ മീറ്റിംഗിൽ ഇതിനകത്ത് കൊണ്ടുവരാമോ? അങ്ങനെ കയറി വന്നാൽ സത്യത്തിൽ ഈ കറണ്ടിനകത്ത് പോയി കൈവെക്കുമ്പോൾ ആ കറണ്ടിനകത്തുള്ള പവർ ആ മനുഷ്യന്റെ ശരീരത്തിനകത്ത് ഇടിച്ചു കയറുന്നത് പോലെ യേശുവിന്റെ നാമത്തിൽ അങ്ങനെ ഒരാൾ അബദ്ധത്തിലെങ്കിലും ഈ കോമ്പൗണ്ടിനകത്ത് കയറി വന്നാൽ മതി. ഉറപ്പിച്ച് ഞാൻ പറയാം, ആ മനുഷ്യൻ ഇപ്പോൾ നടക്കുന്ന നടത്തത്തിന്റെ വേഗത, അദ്ദേഹത്തിന്റെ ആത്മീയ റലത്തിന്റെ കുരുക്കതയും അങ്ങ് അടിച്ച് അടുത്ത തലത്തിലേക്ക് സ്വർഗം ആ മനുഷ്യനെ കാലെടുത്ത് വെപ്പിക്കുന്ന ഒരു വർത്തനവിന്റെ ദിവസമാ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഞാനത് പറയുമ്പോൾ ചിലരുടെ പേര് പറഞ്ഞ് സ്വത്രം ചൊല്ലിക്കോ, ചിലരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചോ. എന്റെ വീട്ടിനകത്തുള്ള ചിലർ ആത്മീയ നിലവാരത്തെ ദൈവം വർദ്ധിപ്പിക്കുമോ? ഹല്ലേലൂയ. ഇനി പറയുന്നത് പ്രവചന ശബ്ദമാണ്. ഇനി പറയുന്ന ഒരു പ്രൊഫറ്റിക്കൽ വേർഡാണ്. ബൈബിളിനകത്ത് ഈ സഭയുമായി ബന്ധപ്പെട്ട് പറയുന്ന 5 വർധനവുകൾ ഞാൻ വേഗത്തിൽ പറയാം. ഒന്നാമത്തെ വർധനവ്, റെഫറൻസ് എടുക്കാൻ ഞാൻ നിൽക്കുകയില്ല. ഒന്നാമത്തെ വർധനവ് അത് ജനത്തിന്റെ വർധനവായിരിക്കും ഈ ഉപവാസ പ്രാർത്ഥനയിൽ സംഭവിക്കാൻ പോകുന്നത്. വാക്യമേതാ പാസ്റ്ററെ കുറിച്ചു മനസ്സിൽ വെച്ചു. പ്രവൃത്തിയുടെ പുസ്തകം 13:17. ഇസ്രായേൽ ജനത്തിന്റെ ദൈവം നമ്മുടെ പിതാക്കന്മാരെ തിരഞ്ഞെടുത്തു. അടുത്ത പദം കേൾക്കണേ. മിസ്രയീം ദേശത്തിന്റെ പ്രവാസകാലത്ത് ദൈവം ജനത്തെ വർദ്ധിപ്പിച്ചു. ദൈവം ജനത്തെ വർദ്ധിപ്പിച്ചത് പട്ടുമെത്തയിലല്ല, ചുവന്ന പരവതാനിയിലല്ല, മിസ്രയീമിന്റെ അടിമനുഖത്തിന്റെ കാലത്ത്. ഒരുത്തനെങ്ങാനും ജനിച്ചാൽ കൊന്നുകളയുന്ന കാലഘട്ടത്തിൽ അതേ ദേശം നോക്കി നിൽക്കെ, അതേ അധികാരി നോക്കി നിൽക്കെ, അതേ വിധിയെഴുതിവൻ നോക്കി നിൽക്കെ, അതേ മണ്ണിൽ എന്റെ ദൈവം ജനത്തെ വർദ്ധിപ്പിച്ചെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ വിശ്വസിക്കുന്നു ട്രിവാൻഡ്രം പട്ടണത്തിനകത്ത് അടക്കി ഭരിക്കുന്നത് ഏത് അന്ധകാര ശക്തിയാണെങ്കിലും ഇത് നോക്കി നിൽക്കുമ്പോൾ തന്നെ എന്റെ ദൈവം ദേശത്ത് ജനത്തെ വർദ്ധിപ്പിക്കും. അവൻ വർധനവിന്റെ ദൈവമാണ് യേശുവിന്റെ നാമത്തിൽ. അങ്ങനാണെങ്കിൽ 2026 ഈ സഭ കാണാൻ പോകുന്ന ആദ്യത്തെ വർധനവ് അത് ജനത്തിന്റെ വർധനവാണെന്ന് വിശ്വസിക്കുന്നവർ പറ, അത് സംഭവിക്കും. എന്റെ രക്തബന്ധം അതിനകത്തുണ്ടാകും, എന്റെ ദേശം അതിനകത്തുണ്ടാകും, എന്റെ നെയ്ബേഴ്സ് അതിനകത്തുണ്ടാകും. അടുത്ത യോഗം മുതൽ ഞാൻ ഒറ്റയ്ക്കല്ല വരാൻ പോകുന്നത്, എന്റെ ദേശം ഉൾപ്പെടെയായിരിക്കും. രക്തം ക്ഷയമെടുക്കുന്നു, രക്തം ക്ഷയമെടുക്കുന്നു, രക്തം ക്ഷയമെടുക്കുന്നു. അത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഒന്നാമത്തെ വർധനവ് ജനത്തിന്റെ വർധനവ. ഒന്നാമത്തെ വർധനവ് ജനത്തിന്റെ വർധനവ. ഇനി 1-2 അനുഭവങ്ങൾ ഞാൻ വളരെ ശാന്തമായിട്ട് പറയാം. ബൈബിൾ സെമിനാരി പഠിക്കുന്ന അവസാന കാലഘട്ടത്തിനകത്താണ്, ഗ്രാജുവേഷൻ ഒരൊറ്റ മാസം ബാക്കിയുള്ളപ്പോഴാണ് റായ്പൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നും ഒരു കർത്താവിന്റെ ദാസൻ എന്നെ വിളിച്ചു. ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. റായ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു ദൈവദാസൻ എന്നെ വിളിച്ചത്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റേ ഒരു 3 ദിവസത്തെ മീറ്റിംഗ് 6 സെക്ഷൻ വരാമോ? ഞാൻ പറഞ്ഞു, ദൈവദാസൻ എനിക്ക് നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രി ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ വരാൻ പറ്റുകയില്ല. അദ്ദേഹം ചോദിച്ചു, എന്നാ പാസ്റ്റേ? ഞാൻ പറഞ്ഞു, അല്ല എനിക്കിനി ഗ്രാജുവേഷൻ ഒരൊറ്റ മാസമേ ഉള്ളൂ, എൻ്റെ പ്രിൻസിപ്പൾ എനിക്ക് ലീവ് തരത്തില്ല. എസ്പെഷ്യലി എൻ്റെ പ്രിൻസിപ്പൾ ഫറവോന്റെ ഹൃദയമുള്ളൊരു പുള്ളിയാണ്, പുള്ളി ഒട്ടും ലീവ് തരികയില്ല. പാസ്റ്റർ പറഞ്ഞു, ആമേൻ, ഞങ്ങൾ ഈ കമ്മിറ്റി മെമ്പേഴ്സ് ഇപ്പോൾ കൂടിയിരുന്ന് സംസാരിക്കുക, ഞങ്ങളിപ്പോൾ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പോവാ. പാസ്റ്റർ ഈ സമയത്ത് ഇച്ചിരി നേരം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പ്രിൻസിപ്പൾ അടുത്ത് പോയി ലീവ് വയ്ക്കുക. ഞാൻ പറഞ്ഞു, അച്ഛാ മെനക്കെടണ്ട, തരികയില്ല, കാരണം ഗ്രാജുവേഷൻ ഒരൊറ്റ മാസം ബാക്കിയുള്ളപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് ലീവ് കൊടുക്കത്തില്ല. അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ ജസ്റ്റ് ഒന്ന് പോയി ചോദിക്കുക. അങ്ങനെ ഞാൻ ഇച്ചിരി നേരം ഒന്ന് ചാപ്പലെ പോയി പ്രാർത്ഥിച്ചിട്ട് പ്രിൻസിപ്പൾ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് വന്നപ്പോൾ ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു, സാറേ എനിക്ക് റായ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഒരു പാസ്റ്ററിനെ വിളിച്ചു, 3 ദിവസം 6 സെക്ഷനാ, ഒരൊറ്റ ആഴ്ചയിലേക്ക് എനിക്ക് ലീവ് തരാമോ? അദ്ദേഹം ചോദിച്ചു, നീ ഏതാ കോഴ്സ്? ഞാൻ പറഞ്ഞു, MD വാ. നിന്റെ പേപ്പർ വർക്കുകളൊക്കെ തീർന്നു, തീസീസ് ഒക്കെ നീ കംപ്ലീറ്റ് ചെയ്തോ? ഞാൻ പറഞ്ഞു, കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ലൈബ്രറി ഡ്യൂട്ടിയാണ് ഉള്ളത്. ലൈബ്രറി ഡ്യൂട്ടിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞോ? ഞാൻ പറഞ്ഞു, ഓൾമോസ്റ്റ് ഒക്കെ തീർന്നു സാറേ, എന്നാൽ നീ പോയിട്ട് വരാൻ പറഞ്ഞു. എനിക്കങ്ങ് സന്തോഷമായി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഫറവോന്റെ ഹൃദയം ഉള്ളതാണെങ്കിലും ദൈവം ഒരുക്കാൻ തീരുമാനിച്ച തമ്പുരാന്ന് ചെയ്യും. സന്തോഷത്തോടെ ഞാൻ റായ്പൂർ ചെന്നിറങ്ങി. സ്തോത്രം. രാത്രി ഒരു 10 മണിക്കും കണ്ടാണ് ഞാൻ റായ്പൂർ ചെന്നിറങ്ങുന്നത്. ഞാൻ ചെന്നിറങ്ങുമ്പോൾ ഇതുപോലത്തെ ഒരു കോമ്പൗണ്ടാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ സ്തോത്രം ഒരു 7, 8, 9 പേര് എന്നെ വെൽക്കം ചെയ്യാൻ അവിടെ ഇരിപ്പുണ്ട്. കേരളത്തിൽ നിന്ന് ഒരു മലയാളി പാസ്റ്റർ വരുന്നതെന്ന് അറിഞ്ഞിട്ട് വെൽക്കം ചെയ്യാൻ വേണ്ടി ഇരിക്കുക. അവരെനിക്ക് കരമൊക്കെ തന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ നൈറ്റ് ഇത്രയും സമയമായല്ലോ, പാസ്റ്റർ റെസ്റ്റ് എടുത്തോ, നാളെ രാവിലെ നമുക്കെല്ലാം കാണാമെന്ന് പറഞ്ഞ് അവർ തിരിച്ചുപോയി. അപ്പോൾ എൻ്റെ മനസ്സിൽ കൺസെപ്റ്റ് വന്നു, 8 പേരെന്നെ വെൽക്കം ചെയ്യാൻ, 9 പേരോ മറ്റടങ്ങുന്ന ഒരു കൊച്ചു ടീമാണ്, അവരെന്നെ വെൽക്കം ചെയ്യാൻ ഇരിപ്പുണ്ടെങ്കിൽ ഈ സഭയുടെ മൊത്തം ആൾക്കാരെന്ന് പറയുന്നത് 150 പേരായിരിക്കും. കാരണം അതിൻ്റെ ഒരു ദശാംശമായിരിക്കുമല്ലോ നമ്മളെ വെൽക്കം ചെയ്യാനിരിക്കുന്നത്. അപ്പം 150 പേരുള്ള അല്ലെങ്കിൽ 200 പേരുള്ള ഒരു സഭ. ഈ കൺസെപ്റ്റോടെ ഞാൻ ആ സഭയ്ക്കകത്ത് കയറി ചെന്നു. സ്തോത്രം. ഫുഡൊക്കെ കഴിഞ്ഞു. ഞാൻ ആ ദൈവദാസനോട് പറഞ്ഞു, ദൈവദാസനെ നിങ്ങളുടെ സഭയുടെ ഹോൾ എനിക്കൊന്ന് കാണാമോ? അവിടെ പോയി ഒരു വാക്കൊന്ന് സ്വോത്രം പറഞ്ഞിട്ട് ഞാൻ അങ്ങ് റൂമിലോട്ട് പൊക്കോളാം, നാളെ രാവിലെ മുതൽ ആ മീറ്റിംഗ്. അദ്ദേഹം പറഞ്ഞു, ഓഫ് കോഴ്സ്, പിന്നെ തീർച്ചയായും കാണാം. നിങ്ങളുടെ ചർച്ചിനകത്ത് ഈ സ്റ്റേജ് പോലെ തന്നെ ഈ സൈഡിൽ ഒരു ഡോറുണ്ട്, അവിടെ ആ ഡോറ് തുറന്ന് എന്നെ അകത്തോട്ട് കൊണ്ടു ചെന്നു. സ്തോത്രം. എനിക്ക് ആ ഡോറ് തുറന്ന് അകത്തോട്ട് ചെന്നപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടായി. വലിയൊരു ഓഡിറ്റോറിയം കിടക്കുന്ന മാതിരി ഇങ്ങനെ നീണ്ടു പറഞ്ഞങ്ങ് കിടക്കുക. സ്തോത്രം. ഞാൻ ചോദിച്ചു, ദൈവദാസനെ ഇതാണോ നിങ്ങളുടെ സഭയുടെ ഹോള്? പുള്ളി പറഞ്ഞു, ആ പാസ്റ്റർ ഇതാ നമ്മുടെ സഭയുടെ ഹോള്. ഞാൻ പറഞ്ഞു, ഇത് വാടകയ്ക്കാണോ? അല്ല പാസ്റ്റർ നമ്മുടെ സ്വന്തമാണ്. ഞാൻ ചോദിച്ചു, ഇതിനകത്ത് എത്ര പേര് ഇരിക്കും ദൈവദാസനെ? ഇത് ഭയങ്കര ഹോളാണല്ലോ.
ആണല്ലോ, ഇതിനകത്ത് എത്ര പേരിരിക്കും? പുള്ളി പറഞ്ഞ് പാസ്റ്ററെ നമ്മളങ്ങനെ എണ്ണിയിട്ടൊന്നുമില്ല. പിന്നെ നമ്മുടെ ലോക്കൽ മീറ്റിംഗ് ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ നമ്മുടെ കോട്ടേജ് മീറ്റിംഗ്, സഹോദരിമാരുടെ മീറ്റിംഗ്, ലോക്കൽ മീറ്റിങ്ങിനകത്ത് ഒരു 1000-1200 പേര് വരും. അസൂയില്ലാത്ത മലയാളി ഒരു സോദരൻ പറഞ്ഞാട്ടെ, 3-4 പേർക്ക് അസൂയുണ്ട്, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ ചോദിച്ചു, ലോക്കൽ മീറ്റിങ്ങിന് 1200 ആണെങ്കിൽ നിങ്ങളുടെ സവാരാധനയ്ക്ക് എത്ര പേരുണ്ട് ദിവാസനെ? പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ ഞങ്ങൾക്ക് അത് എണ്ണാൻ പറ്റിയിട്ടില്ല, നമ്മൾ ഹോളിൽ ടൈറ്റായിട്ടായിരിക്കുന്നത്, ഫില്ലായിട്ടായിരിക്കുന്നത്. അതിന് മേളിലൊരു ഹോളുണ്ട് പാസ്റ്റർ, ഇതിന് മേളിലൊരു ഹോളുണ്ട്, അവിടെ നമ്മൾ സ്ക്രീൻ വെച്ചിട്ടുണ്ട്, അവിടെ പകുതിയോളം നിറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം ആരോ പോയിട്ട് വന്നിട്ട് പറഞ്ഞു, ആരാന്ന് എനിക്ക് ഓർമ്മയില്ല, കഴിഞ്ഞ ദിവസം ആരോ പോയിട്ട് വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ അതിൻ്റെ മേളിത്തെ ഹോളിൻ്റെ പണി ഇപ്പം നടക്കുകയാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞു, ദൈവദാസനെ നിങ്ങളൊരു അസാധാരണ മനുഷ്യനാണ്. നിങ്ങൾ എന്ന് കേരളത്തിൽ വന്നാലും ആരെ വിളിച്ചില്ലെങ്കിലും നിങ്ങൾ എന്നെ വിളിക്കണം. എന്നിട്ട് നിങ്ങളെ വെച്ചുകൊണ്ട് എനിക്ക് 2 ദിവസത്തെ ക്രൂസേഡ് നടത്തണം. സഭാ ശുശ്രൂഷയുടെ ഒരു അഭിഷേകം നിങ്ങളുടെ മണ്ടയ്ക്ക് കിടപ്പുണ്ട്. ആ മനുഷ്യനോട് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, പാസ്റ്റർ പ്ലീസ് സൈലന്റ് മിണ്ടാതിരിക്കുക പാസ്റ്റർ. ഞാൻ ചോദിച്ചു, എന്നാച്ചാ ഇത് ഞാൻ പണിത സഭയൊന്നും അല്ല പാസ്റ്റർ. ഞാൻ ചോദിച്ചു, അല്ലേ? അപ്പോൾ ഇതിൻ്റെ സ്ഥാപകനാരാ? പ്രായമുള്ളൊരു അപ്പച്ചനായിരിക്കുമല്ലോ. പുള്ളി ജീവനോടുണ്ടോ? അങ്ങനെയാണെങ്കിൽ പുള്ളി എനിക്കൊന്ന് കാണാൻ പറ്റുമോ? പുള്ളിയുടെ ഒരു കൈവെപ്പ് എനിക്ക് കിട്ടുമോ? അന്ന് ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, പാസ്റ്ററെ ഞാനിപ്പോൾ ചരിത്രം എല്ലാം കൂടെ പറയുന്നതിന് നിങ്ങൾക്ക് സമയം തികയത്തില്ല, അതുകൊണ്ട് ഞാനൊരു പുസ്തകം തരാം പാസ്റ്റർ, അത് വായിക്കണം. ഞങ്ങളുടെ സഭയുടെ ചരിത്രമാണ്. ഞാൻ അങ്ങനെ ഒത്തിരി പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാളല്ല. പക്ഷേ രാത്രി ഒരു 11:40 ഞാൻ ആ പുസ്തകം വായിക്കാനിരുന്നു. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, 3-4 പേജ് വായിച്ചപ്പോൾ സത്യത്തിൽ എനിക്ക് മനസ്സിനകത്ത് ഭയങ്കര ദൈവസാന്നിധ്യം ഫീലായി. രാവിലെ 3:45 ഞാൻ ആ പുസ്തകം വായിച്ചു തീർന്നു. കണ്ണിന്ന് ശരിക്കും കണ്ണുനീര് വീണു. ചരിത്രം കേൾക്കണേ. കേരളക്കരയിൽ ശക്തമായി പ്രയോജനപ്പെട്ടൊരു പ്രവാചകനുണ്ട്. നിങ്ങൾ അറിയും ആ പ്രവാചകൻ്റെ പേര്. വടക്ക് നിന്നും ഒരു വാൾ പുറപ്പെടും, തെക്ക് നിന്നും ഒരു തീ പുറപ്പെടും, പുറപ്പെട്ടു വരുന്ന വാളിനെ തീ വിഴുങ്ങിക്കളയും എന്ന് പ്രവചിച്ച കർത്താവിൻ്റെ ദാസൻ വാര്യപുരം യോനാച്ചായൻ. വാര്യപുരം യോനാച്ചായൻ്റെ 7 പ്രവചനമടങ്ങം 7 പ്രവചന ശബ്ദമടങ്ങിയ ഒരു പുസ്തകം നമ്മുടെ ക്രിസ്ത്യൻ ബുക്ക് സ്റ്റാളുകൾക്കകത്തൊക്കെ കിട്ടും. ആരെങ്കിലും മേടിച്ചിട്ടുണ്ടോ? ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? മേടിക്കില്ല കേട്ടോ, അതിനും കൂടെ പൊറോട്ട കഴിക്കണം കേട്ടോ. സ്തോത്രം. മേടിച്ചിട്ടുണ്ടോ? ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഇപ്പോൾ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല, സ്റ്റോക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും. പണ്ടത്തെ ഒരു പുസ്തകമാണ് വാര്യപുരം യോനാച്ചാൻ്റെ 7 പ്രവചന ശബ്ദമടങ്ങിയ. ആ 7 പ്രവചനങ്ങളാണ് ഇന്ന് കേരളക്കരയിലെ സഭയിൽ നടക്കുന്നതെല്ലാം. സ്തോത്രം. അതിനകത്തൊരു പ്രവചനമാണ്, വടക്ക് നിന്നും ഒരു വാൾ പുറപ്പെടും, തെക്ക് നിന്നും ഒരു തീ പുറപ്പെടും, പുറപ്പെട്ടു വരുന്ന വാളിനെ തീ വിഴുങ്ങിക്കളയും. എന്തു അർത്ഥമെന്നറിയാമോ? വടക്ക് നിന്നും സുവിശേഷത്തിനെതിരെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ചലിക്കുന്ന വാള്, തെക്ക് നിന്നുള്ള തീ കേരളക്കരയുടെ പ്രാർത്ഥനയുടെ തീ സുവിശേഷത്തിനെതിരെയുള്ള വാളിനെ വിഴുങ്ങിക്കളയും എന്ന് പ്രവചിച്ച കർത്താവിൻ്റെ ദാസൻ വാര്യപുരം യോനാച്ചാൻ ഒരു ജ്യേഷ്ഠ സഹോദരനുണ്ട്. അദ്ദേഹം കേരളക്കരയിൽ നിന്ന് സ്തോത്രം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാൻ വലിയ സ്ക്രീനിനകത്ത് എഴുതി കാണിച്ചു, റായ്പൂര് കേട്ടോ, വെച്ചു പിടിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങുമ്പോൾ ഒരു മലയാളി അറിയത്തില്ല, ഒറ്റ ക്രിസ്ത്യാനി അറിയത്തില്ല. റായ്പൂരിൻ്റെ റെയിൽവേ സ്റ്റേഷനകത്ത് പുള്ളി അങ്ങ് മുട്ടുകുത്തിയിട്ട് ദേശത്തിൻ്റെ 4 ദിക്കിനെ നോക്കി പറയും, വടക്ക്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ് ആത്മാക്കളെ വിട്ടുതാ ദൈവമേ, സ്തോത്രം. എന്നിട്ട് ആ മനുഷ്യൻ്റെ വചനം കൂടെ പറയും, നീ ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. വചനം നോക്കി ദേശത്തിന്റെ 4 ദിക്കിന് സ്പ്രെഡ് ചെയ്ത മനുഷ്യൻ പ്രാർത്ഥിക്കും. ഇന്നവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസൻ തോമസ് പാസ്റ്റർ പെന്തക്കോസ്തിന്റെ 4ാം തലമുറ. ആ മനുഷ്യനോട് സാക്ഷ്യം പറയുക, എൻ്റെ അപ്പച്ചൻ പ്രാർത്ഥിച്ചിട്ട പ്രാർത്ഥനയുടെ ശക്തി ഇന്നും നിന്നിട്ടില്ല. ഇന്ന് ഞങ്ങളുടെ സഭയിൽ ഓരോ ആഴ്ചയിലും 8ഉം 10ഉം പുതിയ കുടുംബങ്ങൾ വെച്ച് വരാറുണ്ട്. ഈ രാവിലെ ഞാൻ ഉറപ്പിച്ചു പറയാം, ജനത്തെ തുറക്കുക ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ അതടയ്ക്കാൻ ലോകത്തിന്റെ ഒരു മന്ത്രവാദിക്കും കഴിയത്തില്ല, ഒരു ആഭിചാരകനും കഴിയത്തില്ല. വിശ്വസിക്കുന്നവർ ദൈവത്തോട് പറ, 1ാമത്തെ വർധനവ് ഞങ്ങളുടെ സഭയ്ക്കകത്ത് വെളിപ്പെട്ടു വരൂ. അത് ജനത്തിന്റെ വർധനവായിരിക്കും. ഹല്ലേലൂയ. രക്തം ജയമെടുക്കുന്നു. യേശുവിന്റെ രക്തത്താൽ വചനത്താൽ ഞങ്ങൾ ആത്മാവിൽ ജയമെടുക്കുന്നു. ജനത്തിന്റെ വർധനവ് അത് സംഭവിക്കുമോ? ആമേൻ. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, കൊല്ലത്ത് ICPനകത്ത് പണ്ട് മിനിസ്ട്രി ചെയ്തുകൊണ്ടിരുന്ന ദൈവദാസൻ ബിജു സാറാണ് കൊല്ലം ICPന്റെ ലീഡർ എന്ന് പറയുന്നത്. ആ സമയത്ത് ഞങ്ങൾ ICPനകത്തുണ്ട്. അദ്ദേഹം പിന്നത്തേതിൽ ഹൈദരാബാദ് ഒരു ലോക്കൽ ചർച്ചിന്റെ പാസ്റ്ററായിട്ട് പോയിരിക്കുന്ന കാലഘട്ടം. ഒരു സ്നേഹബന്ധം ഉള്ളത് കൊണ്ട് അദ്ദേഹം എന്നെ ഒരു 2 ദിവസത്തെ മീറ്റിങ്ങിന് അങ്ങോട്ട് വിളിച്ചു. ഒരു കൊച്ചു ചർച്ച, ഒരു ചെറിയ ചർച്ചാണ്. സ്തോത്രം. അവിടെ ചെന്നു. ഞായറാഴ്ച ഉച്ചയായപ്പോൾ മീറ്റിംഗ് വൈൻഡപ്പായി. തിങ്കളാഴ്ച രാവിലെയാണ് എനിക്ക് ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ വീച്ചനോട് പറഞ്ഞ അച്ഛൻ, ഞാൻ ഈ ഹൈദരാബാദ് ബിരിയാണി എന്ന് കേട്ടിട്ടുള്ളതല്ലാതെ കഴിച്ചിട്ടില്ല. നമ്മളവിടെ വരുന്ന ഹൈദരാബാദ് ഒറിജിനൽ അല്ലല്ലോ. ഇതിപ്പോൾ ഹൈദരാബാദ് ചെന്നിറങ്ങുമ്പോൾ ഒരു ബിരിയാണി കഴിച്ചില്ല, മോശമല്ലേ? സ്തോത്രം. അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു, പാസ്റ്ററെ ബിരിയാണി കഴിക്കണോ യോഗത്തിന് പോകണോ? ഞാൻ ചോദിക്കാനില്ല, യോഗത്തിന് പോയാൽ മതി, ബിരിയാണി വേണ്ട. അങ്ങനാണെങ്കിൽ ഭാരതത്തിലെ ഏറ്റവും വലിയ സഭ എന്ന അവകാശവാദം പറയുന്ന ചർച്ച നമ്മുടെ ഹൈദരാബാദ് പാസ്റ്റർ. ഇവിടുന്ന് അത്രയും ദൂരമൊന്നുമില്ല, നമുക്ക് പോയാലോ? നമുക്ക് തീർച്ചയായിട്ടും പ്രസംഗിക്കാൻ അവസരം കിട്ടും. പുള്ളി പറഞ്ഞു, പാസ്റ്റർ പ്രസംഗിക്കാനൊന്നും അവസരം കിട്ടത്തില്ല, വേണമെങ്കിൽ യോഗം അറ്റൻഡ് ചെയ്യാം. ഞാൻ പറഞ്ഞു, സന്തോഷം, അതാണ് സന്തോഷമല്ലേ. അങ്ങനെ ഭാരതത്തിലെ ഏറ്റവും വലിയ സഭ എന്ന അവകാശവാദം പറയുന്ന ചർച്ചിനകത്ത് യോഗം അറ്റൻഡ് ചെയ്യാൻ ഞങ്ങൾ പോയി. അദ്ദേഹം എന്നോട് എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, ബീച്ചാൻ. നമ്മൾ പോകുന്നത് ഞായറാഴ്ച വൈകിട്ടത്തെ മീറ്റിങ്ങിനാണ്, വൈകിട്ടത്തെ സെക്ഷനാണ് നമ്മൾ പോകുന്നത്. പകൽ തൊട്ട് മീറ്റിങ്ങുകളുണ്ട്,
ഞായറാഴ്ച വൈകിട്ടത്തെ സെക്ഷനാണ്. പിന്നെ ഈ വൈകിട്ടത്തെ സെക്ഷൻ ആൾ കുറവായിരിക്കും. ഞാൻ പറഞ്ഞു ഭാരതത്തിൽ വലിയ സഭ എന്നൊക്കെ പറഞ്ഞിട്ട് വൈകിട്ട് സെക്ഷൻ ആൾ കുറവാണെന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞു പാസ്റ്റർ ഈ വൈകിട്ടത്തെ സെക്ഷൻ ഇംഗ്ലീഷ് വർഷിപ്പാണ്, അതുകൊണ്ട് അതിനകത്ത് പൊതുവേ ആൾ കുറവുള്ള മീറ്റിംഗ് ഈവനിങ് സെക്ഷനാണ്. ഞാൻ പറഞ്ഞു അതിപ്പോൾ ഈ വൈകിട്ട് ആൾ കുറവാണെങ്കിൽ അതല്ലേ കുറച്ചും കൂടെ നല്ലത്, നമുക്ക് പോയി എല്ലാവർക്കും ഒന്ന് കണ്ട് കേട്ട് സ്വോത്രം പറഞ്ഞു വരാമല്ലോ. ആൾ കുറവാണെങ്കിൽ അതല്ലേ നല്ലത്. അങ്ങനെ ആൾ കുറവാന്നുള്ള വൈകിട്ടത്തെ സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ ഞങ്ങൾ പോയി. ഇംഗ്ലീഷ് വർഷിപ്പ് ഒത്തിരി പേരൊന്നും ഇല്ലായിരുന്നു, ഒരു 25,000 പേരുണ്ടായിരുന്നു. സ്തോത്രം. വൈകിട്ടത്തെ സെക്ഷൻ ആൾ കുറവാണ്. എത്ര പേരേ ഉള്ളോ? അപ്പം ഞാൻ കൊണ്ടുപോയ ബീച്ചറിനത് ചോദിച്ചേ, ആൾ കുറവുള്ള മീറ്റിംഗ് 25,000 ആണെങ്കിൽ ഇവരുടെ മൊത്തം മെമ്പർഷിപ്പ് എത്ര ആച്ചാ, മൊത്തം ഈ സഭയുടെ ജനസംഖ്യ എത്ര? പുള്ളി പറഞ്ഞു അത് പാസ്റ്റർ നെറ്റിൽ തപ്പിയാൽ മതി. സ്തോത്രം. ചുമ്മാ ഒന്ന് യൂട്യൂബിൽ നെറ്റിനകത്ത് സെർച്ച് ചെയ്യണം കേട്ടോ. സ്തോത്രം. ഓൺലൈനകത്ത് സെർച്ച് ചെയ്യണം. ഇപ്പോഴത്തെ അവിടുത്തെ ചർച്ചിൻ്റെ മെമ്പർഷിപ്പ് 3 ലക്ഷം കവിഞ്ഞു. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, എൻ്റെ ദിവസം എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുക, ഹൈദരാബാദ് ദൈവത്തിന് അത് ചെയ്യാമെങ്കിൽ, റായ്പൂർ ദൈവത്തിന് അത് ചെയ്യാമെങ്കിൽ, എന്തുകൊണ്ടാണ് ട്രിവാൻഡ്രം ദേശത്തിനകത്ത് ദൈവത്തിന് അത് ചെയ്യാൻ പാടില്ല? ദൈവത്തോട് പറ, ജനത്തെ ദൈവം വർദ്ധിപ്പിക്കണം. സ്തോത്രം. കേരളക്കരയിലെ 14 ജില്ലകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളിലാണ് ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ മിനിസ്ട്രി, ഞങ്ങളുടെ ലോഗസ് മിനിസ്ട്രി 14 ജില്ലകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയില്ല. സ്തോത്രം. ട്രിവാൻഡ്രത്ത് നിന്ന് തുടങ്ങി, വേറൊന്നുമില്ല, ജസ്റ്റ് ഇൻ പ്രയർ, പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പ്രവചനമില്ല, പ്രസംഗമില്ല, രോഗശാന്തിയില്ല. ആ ദേശത്തിൻ്റെ മുഴുവൻ കണക്കെടുത്ത് അവിടെ ഉള്ള സ്വാധീനങ്ങളെല്ലാം വെട്ടി പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. ഞങ്ങൾ അങ്ങനെ ആക്റ്റീവായി നിൽക്കുന്നത് എപ്പോഴും ഇല്ല. മാസത്തിൽ ഒരു ദിവസം ഒരു ജില്ല വെച്ച് കവർ ചെയ്യുന്നു. ഈ കഴിഞ്ഞ വർഷം അത് ആരംഭിച്ചു. ട്രിവാൻഡ്രം മൊത്തം തുടങ്ങിയത്. ഒരു സ്തോത്രം പറഞ്ഞേ. സ്തോത്രം. അത് ഏറ്റവും ടൗണിലെ ഒരു ചർച്ചിൽ പോവും. ഉച്ചവരെ അവിടെ നിന്ന് പ്രാർത്ഥിക്കും. താല്പര്യമുള്ളവർക്ക് അവിടെ വരാം, പ്രാർത്ഥിക്കാം. ഉച്ച കഴിഞ്ഞിട്ട് ആ ദേശം മൊത്തം ചുറ്റി നടന്ന്, ടൗൺ മൊത്തം ചുറ്റി നടന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ ട്രിവാൻഡ്രം കവർ ചെയ്ത് കൊല്ലം പോയി, പത്തനംതിട്ട പോയി, ആലപ്പുഴ പോയി, കോട്ടയം പോയി, ഇടുക്കി പോയി, എറണാകുളം പോയി. ഇനി അടുത്ത മാസങ്ങൾ തൃശ്ശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് അങ്ങനെ പോകുന്നത്. സ്തോത്രം. അത് കഴിഞ്ഞാൽ പിന്നെ ഭാരതമ വരാൻ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. സ്തോത്രം. ടിക്കറ്റ് എടുക്കണമെന്നേ ഉള്ളൂ. ഒരു സ്തോത്രം പറഞ്ഞേ. സ്തോത്രം. ഭാരതത്തിൽ നമുക്ക് 29 സംസ്ഥാനങ്ങളിൽ പോയി പ്രാർത്ഥിച്ചേച്ചും വരാം. സ്തോത്രം. നിൽക്കട്ടെ, അതല്ല അതിൻ്റെ വിഷയം. സ്തോത്രം. അങ്ങനെ പോയി ഏലപ്പാറ ചെന്നപ്പോൾ നമ്മുടെ രാജേഷ് ഏലപ്പാറ പാസ്റ്ററിന്റെ ചർച്ചിലാണ് ഞങ്ങൾ അറ്റൻഡ് ചെയ്യാനിരുന്നത്. അവിടെ ഉച്ചവരെ ഇരുന്ന് പ്രാർത്ഥിക്കുക, എന്നിട്ട് ഏലപ്പാറ മൊത്തം ചുറ്റി നടന്ന് പ്രാർത്ഥിക്കുക. ഇതാ പരിപാടി. അപ്പോൾ രാജേഷ് ഏലപ്പാറ പാസ്റ്റർ അവിടെ ഉണ്ട്. പകലത്തെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ പാസ്റ്ററോട് സംസാരിക്കാൻ വേണ്ടിയിരുന്നപ്പോൾ ചോദിച്ചു, പാസ്റ്ററെ, അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, പാസ്റ്ററെ ഞാനിപ്പോൾ ഏലപ്പാറയിലെ ചർച്ച് മറ്റൊരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്തു, എന്നിട്ട് ഞാൻ മുണ്ടക്കയത്ത് പോയി പ്രവർത്തനം തുടങ്ങി. രാജേഷ് പാസ്റ്ററിന്റെ സാക്ഷ്യമാണ്. സ്തോത്രം. ഞാൻ ചോദിച്ചു, മുണ്ടക്കയത്ത് എത്ര വർഷമായി പ്രവർത്തനം തുടങ്ങിയിട്ട്? ഒത്തിരി ഒന്നായില്ല പാസ്റ്റർ, 2-2.5-3 വർഷം ആവുന്നേ ഉള്ളൂ. സ്തോത്രം. ഞാൻ പറഞ്ഞു, ആട്ടെ, എങ്ങനെയുണ്ട് കാര്യങ്ങൾ, എങ്ങനെയുണ്ട്? അദ്ദേഹം പറഞ്ഞു, കുഴപ്പമില്ല, മൂവ് ഉണ്ട്. സ്തോത്രം. ഞാൻ ചോദിച്ചു, ഓക്കെ, എത്ര പേരുണ്ട് ഞായറാഴ്ച? ഇപ്പം എത്ര പേരുണ്ട്? പുള്ളി പറഞ്ഞു, പാസ്റ്റർ ഞാൻ ചെന്നപ്പോൾ 8 പേരെ ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചത് ഇപ്പം ഇനി 80 പേരുണ്ടെന്ന് ആയിരിക്കും പറയാൻ വരുന്നത്. സ്തോത്രം. ചെന്നപ്പോൾ 8 പേരെ ഉള്ളായിരുന്നു. ഞാൻ ചോദിച്ചു, ഇപ്പോഴോ? ഇപ്പോൾ ഒരു 450-500. ഞാൻ പറഞ്ഞു, മുണ്ടക്കയത്ത് അതിന് 500 പേരിരിക്കുന്ന ഹാളില്ലല്ലോ. ഇല്ലായിരുന്നു പാസ്റ്ററെ, പക്ഷെ അവിടെ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു. ആ തിയേറ്ററിൻ്റെ ഓണറിൻ്റെ അടുത്ത് ഞങ്ങൾ ചെന്ന് ഇവിടെ ചോദിച്ചു, തിയേറ്റർ തരുമോന്ന്. പുള്ളി പറഞ്ഞു, മാസം 45,000 രൂപയ്ക്കാണെങ്കിൽ തരാം. ആട്ടെ, എടുത്തു. സ്തോത്രം. അതിൻ്റെ അകത്ത് ഈ വീഡിയോയ്ക്കകത്ത് ഫോണിനകത്ത് എടുത്തൊരു കൊച്ചു വീഡിയോ കാണിച്ചു. എന്നാ സന്തോഷം എന്നറിയാമോ? സ്റ്റേജിനകത്ത് മാത്രം 100ഓളം സൺഡേ സ്കൂൾ പിള്ളേർ നിരന്ന് നിൽക്കുക. ബാക്കി എല്ലാ ഹൈന്ദവ മാർഗത്തിൽ നിന്ന് സാമുദായിക ആരാധനയിലുള്ളൊരു 450 ഹോളിനകത്ത് തിക്കായിട്ടങ്ങ് ഇരിക്കുക. സ്തോത്രം. ഒരു 3 വർഷം കൊണ്ടേ മുണ്ടക്കയത്ത് ദൈവത്തിനത് ചെയ്യാമെങ്കിൽ, റായ്പൂരും ഛത്തീസ്ഗഡിലും ദൈവത്തിനത് ചെയ്യാമെങ്കിൽ, ഇന്ന് രാവിലെ ഇതിനകത്തിരുന്ന് ചങ്ക് കീറി അങ്ങ് പ്രാർത്ഥിക്കുക. ജനം നിറഞ്ഞേ പറ്റത്തോളൂ. ഈ കോമ്പൗണ്ടിനകത്ത് എത്ര വലിയ ടെൻ്റ് അടിക്കാവോ അത്രയും വലിയ ടെൻ്റ് അടിച്ചതിൻ്റെ മനസ്സ് തുറന്ന് ഞാൻ പറയുന്ന സന്ദേശമാണ്. ഈ ദേശം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഇവിടെ ആരോ കഴിഞ്ഞ ദിവസം വിമർശിച്ചപ്പോൾ ഒരു പദം പറഞ്ഞാ എൻ്റെ മനസ്സിനകത്ത് ഭയങ്കരമായി വേദന ഉണ്ടാക്കിയൊരു പദമാണ്. ശുശ്രൂഷിക്കുന്നൊരു അഭിഷക്തം പറഞ്ഞൊരു പദമാണ്. കേരളക്കരയിൽ 2000 പേരിരിക്കുന്നൊരു സഭയുണ്ടോയെന്ന്. കേരളക്കരയിൽ 2000 പേരുള്ളൊരു സഭയുണ്ടോയെന്ന് ഇന്ന് രാവിലെ തിരിച്ച് ദൈവത്തിൻ്റെ ആത്മാവിൽ നീ പറ. 2000 അല്ല വിഷാദേ, ഈ ദേശത്തിൻ്റെ അവസാനത്തെ വ്യക്തികളെയും വലിച്ചു പുറത്തു കൊണ്ടുവരുന്ന ഒരു ഉപവാസ പ്രാർത്ഥനയുടെ വർധനവായി ഇത് മാറുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ആ അഭിഷക്തം പറഞ്ഞതുപോലെ ഇന്ന് രാവിലെ വിശ്വാസമുള്ളവർ ദേശത്തിന്റെ 4 ദിക്കിനെ നോക്കി പറ. വടക്ക്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ് ആത്മാക്കൾ കൂട്ടമായി ഒഴുകി വരട്ടെ. വിശ്വസ്തയോടൊരുത്തൻ നിൽക്കുമെങ്കിൽ ദൈവം അത് ചെയ്യും. വർധനവിന്റെ അഭിഷേകം. ഹല്ലേലൂയ. രണ്ടാമത്തെ വർധനവ് ഈ സഭയോട് ഞാൻ പ്രവചിച്ചു പറയട്ടെ. രണ്ടാമത്തെ വർധനവ് സ്റ്റെബിലച്ച അത് ആടുമാടുകളുടെ വർധനവാ. എഹെസ്കേലിന്റെ പുസ്തകം 36-37 എടുക്ക പോലും വേണ്ട, മനസ്സെ കോറിയിട്ടോ. വാക്യം ഇങ്ങനെ, ഞാൻ നിങ്ങളുടെ നടുവിൽ ജനത്തെ വർദ്ധിപ്പിച്ചതുപോലെ ഞാൻ നിങ്ങളുടെ ആടുമാടുകളെയും വർദ്ധിപ്പിക്കും. ആടുമാടുകളുടെ വർധനം എന്താണെന്നറിയാമോ? അത് ഭൗതിക നന്മയെ കാണിക്കുക. ഇന്ന് രാവിലെ ഇതിനകത്തിരിക്കുന്ന ചിലരുടെ ശിരസിൽ സ്വർഗത്തിലെ ദൈവം കരം വെച്ചിട്ട് പറയുക, ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിന്റെ ഭൗതിക സോഴ്സുകളെ ദൈവം വർദ്ധിപ്പിക്കും. ഏരോ പറയുന്നു ഭൗതികം പ്രസംഗിക്കും
പ്രസംഗിക്കല്ലേ പാസ്റ്റർ, അത് ദുരുപദേശമാണെന്ന് ആരെങ്കിലും നിങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തൊഴുകയോടെ ഞാൻ പറയാം, ഭൗതികം ദുരുപദേശമല്ല, വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി. പക്ഷെ അടുത്ത വാക്യം മനുഷ്യൻ പറയാ, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. സ്തോത്രം. എൻ്റെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം പ്രോസ്പിരിറ്റി അല്ല പിശാചേ, അതെല്ലാം ഉടച്ചു വാരിയാലും എൻ്റെ മനസ്സിനകത്തൊരു സന്തോഷത്തിൻ്റെ വർധനവ്. ഈ ഫാസ്റ്റിങ്ങിൽ ഞാൻ കിടന്നുറങ്ങിയാൽ സ്വസ്ഥതയോടെ കിടന്നുറങ്ങും, പ്രഭാതമാകുമ്പോൾ അവൻ്റെ മുഖം കണ്ട് എഴുന്നേൽക്കും. കാരണം എൻ്റെ മനസ്സ് സന്തോഷത്തിനകത്ത് നിറഞ്ഞിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് ഞാൻ സ്തോത്രം ചൊല്ലുന്നു. മൂന്നാമത്തെ വർധനവ് സന്തോഷത്തിൻ്റെ വർധനവ്. ഹല്ലേലൂയ. നാലാമത്തെ വർധനവ് ഞാൻ പറയട്ടെ, അതൊരു പ്രധാനപ്പെട്ട പദമാണ്. നാലാമത്തെ വർധനവ്, 5 വർധനവ് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. നാലാമത്തെ വർധനവ് തലമുറകളുടെ വർധനവ്. 115 സങ്കീർത്തനം 14 വാക്യം, ഞാൻ നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കും. അടുത്ത പദം, നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ മക്കളെയും തന്നെ എൻ്റെ തലമുറകളെയും വർദ്ധിപ്പിക്കും. ഇന്ന് രാവിലെ ഇതിനകത്തിരിക്കുന്ന ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്കറിയാം വാസ്തേ ഞാൻ വർദ്ധിച്ചില്ലെങ്കിൽ സാരമില്ല വാസ്തേ, പക്ഷെ എൻ്റെ കൊച്ചങ്ങ് വർദ്ധിച്ചായിരുന്നെങ്കിൽ, എൻ്റെ തലമുറ അങ്ങ് രക്ഷപ്പെട്ടായിരുന്നെങ്കിൽ. അവരെ നോക്കി ഞാൻ വിശ്വസിച്ച് ഈ പദം പറയാം, നിന്റെ തലമുറകളെ വർദ്ധിപ്പിക്കുന്നൊരു ദൈവമുണ്ട്, നിന്റെ തലമുറകളെ വർദ്ധിപ്പിക്കുന്നൊരു ദൈവമുണ്ട്. അർത്ഥം, എത്രത്തോളം ദൈവത്തിന് അവരെ ഉയർത്താം അത്രത്തോളം ദൈവം അവരെ ഉയർത്തുന്നതിന്റെ പേരാണ് തലമുറകളെ വർധനവെങ്കിൽ. നിനക്ക് കയറാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നിന്റെ കൊച്ചു കയറും, നിനക്ക് പ്രാപിക്കാൻ പറ്റാത്ത നന്മ നിന്റെ കൊച്ചു പ്രാപിക്കൂ, നിനക്ക് പിടിക്കാൻ പറ്റാത്ത വാഗ്ദത്തങ്ങൾ നിന്റെ കൊച്ചു പിടിക്കൂ, നിനക്ക് കയറാൻ കഴിയാത്ത നന്മയുടെ ആ മഹത്വം നിന്റെ കൊച്ചു കാണൂ. വിശ്വസിക്കുന്നവര് പറ, എന്റെ തലമുറയെ ദൈവം മേൽക്കുമേൽ വർദ്ധിപ്പിക്കുന്ന ഈ വർഷത്തിന്റെ 4ാമത്തെ പ്രവചന ശബ്ദം, എന്റെ തലമുറകളെ ദൈവം വർദ്ധിപ്പിക്കുമതിനായി. ഹല്ലേലൂയ. ഈ 4 വർധനവ് പറഞ്ഞ് നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തോട് അല്പനേരം പ്രാർത്ഥിച്ചിട്ട് ചോദിച്ചു, കർത്താവേ, അവർ ഉപവസിച്ചും പ്രാർത്ഥിച്ചൊക്കെ വളരെ ആഗ്രഹത്തോടെ വരുന്നൊരു കൊച്ചുകൂട്ടമാണ്, അവരോട് ഇനി എന്നാ വർധനവാ ഞാൻ പറയണ്ടേ? ദൈവം എന്നോട് പറഞ്ഞു, ഈ 4 വർധനവിനേക്കാൾ ഈ പ്രാവശ്യം ഞാൻ അവർക്ക് കൊടുക്കാൻ പോകുന്ന 5ാമത്തെ വർധനവ് അത് ആത്മീയ വർധനവായിരിക്കും. സ്തോത്രം. എന്ന് വച്ചാൽ ഈ പദം ഞാൻ ആവർത്തിക്കുന്നു. ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം നിങ്ങൾക്ക് വേണം. അതിന് നിങ്ങൾ ആ മനുഷ്യൻ്റെ കീഴെ ഇരുന്ന് പഠിക്കണം. അങ്ങനെ പഠിച്ചാൽ ഈ നടത്തമല്ല, ഇതിനെ ദൈവം വർദ്ധിപ്പിക്കും. എൻ്റെ ആത്മീയതയെ ദൈവം വർദ്ധിപ്പിക്കും. എത്ര പേര് പറയും, എൻ്റെ അകത്തുള്ള പ്രവചന ശബ്ദത്തെ ദൈവം വർദ്ധിപ്പിക്കും, എൻ്റെ അകത്തുള്ള കൃപാവരങ്ങളെ ദൈവം വർദ്ധിപ്പിക്കും. അച്ഛാ, നമുക്ക് പട്ടണത്തിൻ്റെ കുരുക്കൊന്നും അഴിക്കാൻ പറ്റിയില്ലെങ്കിലും ഏറെ കുറഞ്ഞത് നമ്മുടെ വീടിൻ്റെ കുരുക്കഴിക്കാനെങ്കിലും ഈ പ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു ദൈവശക്തി എൻ്റെ ശിരസിനകത്ത് പകരണമേ എന്ന്. എൻ്റെ വീടിനകത്ത് പിശാച് കളിക്കുന്ന ചില കളികളെ പൊട്ടിക്കാൻ ഈ ഫാസ്റ്റിംഗ് കഴിഞ്ഞ് എൻ്റെ വീട്ടിലോട്ട് ഞാൻ കാലെടുത്ത് വെക്കുമ്പോൾ അലറി വിളിക്കുന്ന ഈ അന്ധകാര മണ്ഡലങ്ങളെ, അലറി വിളിക്കുന്ന ദേശത്തിൻ്റെ ആധിപത്യങ്ങളെ, അലറി വിളിക്കുന്ന വൈശാചിക സ്വാധീനങ്ങളെ കെട്ടുപൊട്ടിക്കാൻ എൻ്റെ അകത്തൊരു വർധനവിൻ്റെ അഭിഷേകം ഉറപ്പിച്ച് ഞാൻ പറയാം, ഇതൊരു ആത്മീയ വർധനവിൻ്റെ ദിവസങ്ങളായിരിക്കും.